ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ അല്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ എല്ലാവർക്കും? ഒന്ന് കൺഫേം ചെയ്യാം. ഓക്കെ. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്തത് 7 C's ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. സോ ഒരു ചെറിയ റീക്യാപ്പ് പോലെ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഇതുവരെയായിട്ടും സോഫാർ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പഠിച്ചു, പ്രോസസ്സ് പഠിച്ചു, പ്രോസസ്സിന് ശേഷം എലമെന്റ്സ് എന്തൊക്കെയാന്ന് പഠിച്ചു, എലമെന്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അത് 4 കാറ്റഗറി, 4 കാറ്റഗറിയിൽ അതിന്റെ സബ് കാറ്റഗറീസ് പഠിച്ചു. അതിനുശേഷം ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതിനുശേഷം വന്നത് എന്താ, ബാരിയേഴ്സ് കഴിഞ്ഞതിന് ശേഷം ടൈപ്പ് ഓഫ് ലിസണേഴ്സ് പഠിച്ചു. പിന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ഏതൊക്കെ എലമെന്റ്സ് എന്തൊക്കെയാന്നുള്ളത് പഠിച്ചു, ഒരു ക്വിക്ക് റീക്യാപ്പ് എന്ന നിലയിൽ. പിന്നെ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യനും ചെയ്തു. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത്. അല്പം ടെക്നിക്കൽ ആണ്, അതായത് അല്പം ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഇതുവരെ പറഞ്ഞ പോലെ നമ്മുടെ ബേസിക് നോളജ്, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വെച്ച് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത, അതായത് നമുക്ക് ഈ ഫാക്ട്സ് അറിഞ്ഞാൽ മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഏരിയ ആണ് ഇത്. ഇതിൽ നിന്നാണെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ എസ്പെഷ്യലി സിലബസിലൊന്നും ഇത് മെൻഷൻ ചെയ്തിട്ട്, സിലബസിൽ എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്തിട്ടില്ല. ഇംപ്ലിസിറ്റ്ലി അവർ ലൈക്ക് ഓരോ ഇയറും ടഫ്നെസ് കൂടുന്ന കണക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് ഇത്. അധികം എന്താ പറയാ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. സോ കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എന്താ, ടു എക്സ്പ്ലെയിൻ ദ സോഷ്യൽ, ഇതാണ് അതിന്റെ കീവേഡ് ഈ ലാസ്റ്റ് ഞാൻ എഴുതിയിട്ടില്ല, ടു എക്സ്പ്രസ് ദ സോഷ്യൽ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്കോളേഴ്സും ഓവർ ദ ടൈം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് മോഡൽസ് ആണ് കമ്മ്യൂണിക്കേഷൻ മോഡൽസിൽ വരുന്നത്. സോ എ കമ്മ്യൂണിക്കേഷൻ മോഡൽ ഇസ് എ സിസ്റ്റമിക് റെപ്രസെന്റേഷൻ ഓഫൺ ഇൻ ദ ഫോം ഓഫ് എ ഡയഗ്രാം. എനിക്ക് എന്റെ സ്ലൈഡ് വിസിബിൾ അല്ല, സോറി. Form of a diagram or structured concept that help us to understand how communication works. അത്രേ ഉള്ളൂ. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഹൂ ഇസ് കമ്മ്യൂണിക്കേറ്റിംഗ്, വാട്ട് ഇസ് ദ മെസ്സേജ്, ഹൗ ഇസ് ദ മെസ്സേജ് ഇസ് ബീങ് സെൻഡ്, ടു ഹൂം ഇസ് ദ മെസ്സേജ് ഇസ് ബീങ് സെൻഡ്, ആൻഡ് വെദർ ഫീഡ്ബാക്ക് ഇസ് ഇൻവോൾവ് ഓർ നോട്ട്. ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് എന്താ പറയാ സിസ്റ്റമാറ്റിക്കലി അഡ്രസ് ചെയ്യുന്ന മോഡൽസിനെയാണ് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ബാരിയേഴ്സ് ഇറ്റ് ഇൻക്ലൂഡ്, ആൻഡ് ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ എന്തിനാ നമ്മൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ കമ്മ്യൂണിക്കേഷനെ പറ്റി പഠിക്കുന്നത് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ആവാൻ, അതിന്റെ എഫക്റ്റ് ഇംപ്രൂവ് ആവാൻ വേണ്ട, അല്ലെങ്കിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ട. സോ ഈ കമ്മ്യൂണിക്കേഷൻ മോഡൽ കൊണ്ട് സ്കോളേഴ്സ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കലി സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് മോർ എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഹോപ്പിലാണ് ഇങ്ങനത്തെ ഒരു മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ മോഡൽ വരുന്നത് ഈ ഒരു എന്താ പറയാ, ഈ ഒരു സ്ലൈഡ് എല്ലാവരും എന്താ പറയാ വൃത്തിക്കൊന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡലിനെ 3 സബ് തിരിച്ചിട്ടുണ്ട്. അതായത് ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡൽ, ട്രാൻസാക്ഷൻ കമ്മ്യൂണിക്കേഷൻ മോഡൽ ആൻഡ് ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ മോഡൽസ്. ഈ 3 കമ്മ്യൂണിക്കേഷൻ മോഡൽസിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും അതിന്റെ അണ്ടറിൽ വരുന്ന എന്താ പറയാ കമ്മ്യൂണിക്കേഷൻസിന്റെ പേരും മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ലൈക്ക് ബൈഹാർട്ട് പഠിച്ചേ പറ്റുള്ളൂ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് പേര് ഏകദേശം ഒരു പേര്, ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. അതായത് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാണ് ഓക്കെ ഇത് കമ്മ്യൂണിക്കേഷൻ മോഡലാണ്, ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതായത് ട്രാൻസാക്ഷനോ ലീനിയറോ ഇന്ററാക്റ്റീവോ അങ്ങനെ ഏതിന്റെ അണ്ടറിൽ വരുന്നതാണ് നമുക്ക് ക്വിക്കായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർട്ട് പോലെയാണ് ഇത്. സോ ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡലിന്റെ അണ്ടറിൽ വരുന്നതാണ് 4 ഉണ്ട് അതിന്റെ അണ്ടറിൽ. അരിസ്റ്റോട്ടിൽ മോഡൽ, ലാസ്വെൽ മോഡൽ, ഷാനോൺ ബീവർ മോഡൽ ആൻഡ് ബെർലോസ് SMCR മോഡൽ. ഈ ബെർലോ SMCR മോഡൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്ലൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ട്രാൻസാക്ഷണൽ കമ്മ്യൂണിക്കേഷൻ മോഡലിന്റെ അണ്ടറിൽ വരുന്നതാണ് ബാർലൻസ് ട്രാൻസാക്ഷണൽ മോഡൽ ആൻഡ് ഡാൻസ് ഹെലിക്കൽ മോഡൽസ്. സോറി. അതുപോലെ തന്നെ ഇന്ററാക്റ്റീവിൽ വരുന്നത് ഓസ്ഗുഡ് ഷ്രാം മോഡൽ ആൻഡ് വെസ്ലി ആൻഡ് മെക്ലീനിയൻ മോഡൽ. ഈ ട്രാൻസാക്ഷണൽ കമ്മ്യൂണിക്കേഷൻ മോഡൽ അണ്ടറിൽ ഇനിയും 2 വരും. അത് എന്താ പറയാ
നമ്മൾ ബെസ്റ്റ് ആയിട്ട് ഇത്രയും പഠിച്ചു വെക്കുക. ഇനി ഇതിന്നല്ല ആ ബാക്കി രണ്ടെണ്ണത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും അറിഞ്ഞിരിക്കുന്ന അതുകൊണ്ട് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഇത്ര പഠിച്ചു വെക്കുക. ഇനിയും ഇതിൽ വേറെയും കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ഉണ്ടാവാം. അപ്പൊ എല്ലാം പഠിച്ചു വെക്കാന്ന് വിചാരിക്കരുത്. നമുക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുക. ബാക്കി നമ്മൾ ഈ ഒരു ബേസിക് നോളജ് വെച്ചിട്ട് മറ്റത് ക്രാക്ക് ചെയ്യാൻ നോക്കുക. എല്ലാം പഠിക്കണം, എല്ലാം കുത്തിക്കേറ്റാൻ നോക്കണ്ട. സോ ഇതാണ് ഒരു ബേസിക്, എന്താ പറയാ, എക്സാമിന് മുന്നേ നിങ്ങൾ നോക്കേണ്ട ഒരു സ്ലൈഡ് ഇതാണ്, ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡലിൽ. ഇനി ഇത് ഓരോന്നും എന്താണ്, അതായത് നമ്മൾ ലീനിയർ എന്താണ്, ഇന്ററാക്റ്റീവ് എന്താണ്, ട്രാൻസാക്ഷണൽ എന്താണെന്ന് ആദ്യം പഠിക്കാം. അതിന് അണ്ടറിൽ എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് വരാം. സോ ഇത് ലൈക്ക് ലീനിയർ എന്താണ്, ട്രാൻസാക്ഷണൽ, ഇന്ററാക്റ്റീവ്, ഇത് നമുക്ക് വേർഡിൽ തന്നെ കിട്ടും. സോ ഈ 3 മെയിൻ കാറ്റഗറിയിൽ ലീനിയർ എന്ന് പറഞ്ഞ സമയത്ത് ഓർത്ത് വെക്കുക, ലീനിയർ വൺ ഡോട്ടിൽ നിന്ന് അനദർ ഡോട്ടിലേക്ക് പോകുന്നു, അതിനൊരു തിരിച്ചു വരവില്ല. സോ വൺ വേ ആണ്. അതിനകത്ത് എന്താ, ഫീഡ്ബാക്ക് ഉണ്ടാവില്ല. അതായത് ആദ്യത്തെ 4 കമ്മ്യൂണിക്കേഷൻ, നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ 4 കമ്മ്യൂണിക്കേഷൻ മോഡലിന് ഫീഡ്ബാക്ക് ഇല്ല. അതായത് നമ്മൾ പറയില്ലേ, റേഡിയോ പോലെ സംസാരിക്കുന്നു. ദാറ്റ് മീൻസ് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അടുത്ത ആൾ അത് കേട്ടു എന്ന് വിചാരിക്കുന്നു, അല്ലാണ്ട് അവരെടുത്തുനിന്ന് ഒരു റെസ്പോൺസ് നമ്മൾ ഉണ്ടാവില്ല. അതാണ് ലീനിയർ ഓർത്ത് വെക്കുക. ലീനിയർ എന്ന് വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഒരു സ്ട്രേറ്റ് ലൈൻ ഓർത്ത് വെക്കുക. ആ സ്ട്രേറ്റ് ലൈൻ ഒരു ഭാഗത്തേക്ക് മാത്രമായോ, തിരിച്ചൊരു വരവില്ല. ഓക്കെ, തിരിച്ചു വരവില്ല ശശി എന്ന് പറയുന്ന പോലെ ഒറ്റ ലൈനിലേക്കാണ്. അത് ഓർത്ത് വെക്കുക. ഫീഡ്ബാക്ക് ഇല്ല. സോ അത് തെറോ ആയിരിക്കണം ആ ഒരു കൺസെപ്റ്റ്. ലീനിയറിന് ഫീഡ്ബാക്ക് ഇല്ല. അടുത്തത് ഇന്ററാക്റ്റീവ് മോഡൽ. അതിന് കൺവേർജൻസ് മോഡൽ എന്നും പറയും. കൺവേർജൻസ് മോഡൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിഫറെന്റ് എലമെന്റ്സ് കൂടിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. അതായത് ഡിഫറെന്റ് മീഡിയ ഉണ്ടാവും അവിടെ, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്താ പറയാ, ഡിഫറെന്റ് സിസ്റ്റം, അതെന്താ പറയാ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുടെ ഡിഫറെന്റ് ക്വാളിറ്റി അല്ല, എന്താ പറയാ, സ്കില്ല് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അതില്. അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ കൺവേർജ് ചെയ്യുന്ന ഒരു മോഡലും കൂടി ആയതുകൊണ്ടാണ് അതിനെ കൺവേർജൻസ് മോഡൽ എന്നും പറയുന്നത്. സോ ഇന്ററാക്റ്റീവിന്റെ വേറൊരു പേര് കൺവേർജൻസ് ആണെന്നും കൂടെ ഓർത്തു വെക്കുക. ആൻഡ് ഇറ്റ്സ് ഡൈനാമിക്. ഡൈനാമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരാൾ ഇന്ററാക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഫീഡ്ബാക്ക് ഉണ്ട്. ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു കമ്മ്യൂണിക്കേഷൻ. ഞാൻ നിങ്ങളടുത്ത് ഈ കാര്യം, ഈ പറഞ്ഞ ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം സംസാരിക്കുന്നു, നിങ്ങൾ അത് റിസീവ് ചെയ്യുന്നു, നിങ്ങൾ തിരിച്ച് എൻ്റെ അടുത്ത് അതിന് റെസ്പോണ്ട് ചെയ്യുന്നു. ആ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരാവും, നിങ്ങൾ സെൻഡർ ആവും, ഞാൻ റിസീവർ ആവും. സോ ഇതിങ്ങനെ എന്താ പറയാ, സെൻഡർ റിസീവർ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇന്ററാക്റ്റീവ് ആണ്. നമ്മൾ ഒറ്റ ഇത് സെൻഡർ റിസീവറും കോൺസ്റ്റന്റ് അല്ല ഇവിടെ, അത് ഓർത്ത് വെക്കുക. നാച്ചുറൽ 2 വേ ആണ്. പക്ഷെ ഇതും ട്രാൻസാക്ഷനിലും ഇങ്ങനെ തന്നെയാണ്. രണ്ടാൾക്കാർ കണ്ടിന്യൂസ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫീഡ്ബാക്ക് ഡിലേ ആണ്. ഫീഡ്ബാക്ക് ഉണ്ട് ഇന്ററാക്റ്റീവ് മോഡലിൽ. ഫീഡ്ബാക്ക് ഡെഫിനറ്റ്ലി ദർ ഇസ് ഫീഡ്ബാക്ക്, ബട്ട് എന്തായിരിക്കും, ഫീഡ്ബാക്ക് ഡിലേഡ് ആണ്. ഐ മീൻ ഇപ്പൊ ഞാൻ ഒരാൾക്ക് ടെക്സ്റ്റ് ചെയ്തു, ആ ടെക്സ്റ്റിന് റിപ്ലൈ വരാൻ വേണ്ടിയിട്ട് ഫീഡ്ബാക്ക് ഉണ്ട് അവിടെ, പക്ഷെ ആ റിപ്ലൈ വരാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ടൈം എടുക്കും, ഇല്ലേ? ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് അല്ല അവിടെ ഉണ്ടാവുന്നത്. അതാണ് ഇന്ററാക്റ്റീവിന്റെ ഒരു എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അത് ഇമെയിൽ ആയിക്കഴിഞ്ഞാൽ, ടെക്സ്റ്റ് ആയിക്കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ. ഇപ്പൊ ഞാൻ ഒരാൾക്ക് ഇമെയിൽ അയച്ചു, ആ ഇമെയിലിന് മറ്റേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് റിപ്ലൈ തന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് അത് എന്താണ്, ഇന്ററാക്റ്റീവ് ആണ്. അതേസമയം ഞാൻ ഇമെയിൽ അയച്ചു, പക്ഷെ അതിനൊരു റിപ്ലൈ വന്നില്ല, അത് വരുന്ന സമയത്ത് എന്താണ്, അത് ലീനിയർ ആവും. അവിടെ എന്താ പറയാ, ഫീഡ്ബാക്ക് ഇല്ല. സോ അതാണ് ഈ ഇന്ററാക്റ്റീവ് ഓർത്ത് വെക്കേണ്ടത്. ഇന്ററാക്റ്റീവ് കൺവേർജൻസ് വേറൊരു പേര്. പിന്നെന്താണ്, ഇവിടെ സെൻഡർ റിസീവർ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഫീഡ്ബാക്ക് ഈസ് ദർ ബട്ട് ഇറ്റ്സ് ഡിലേഡ്. എക്സാമ്പിൾ ഇമെയിൽ, ടെക്സ്റ്റിംഗ് ഒക്കെ ഓർത്ത് വെക്കുക. അടുത്തത് വരുന്ന സമയത്ത് ട്രാൻസാക്ഷണൽ പറഞ്ഞ ഫേസ് ടു ഫേസ്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ പറയാ, സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കും. റിയൽ ടൈം ആണ് ഫീഡ്ബാക്ക്, ഫേസ് ടു ഫേസ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വീട്ടില് പാരന്റ്സിനോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഒരാളുടെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ആളുടെ മുഖം ചേഞ്ച് ആവുന്നത് നമുക്ക് മനസ്സിലാവും. ആ മുഖം ചേഞ്ച് ആവും. നമ്മൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അടുത്ത ആളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ തന്നെ നമ്മൾ എന്ത് പറയും, നമ്മൾക്ക് ഫീഡ്ബാക്ക് കിട്ടി തുടങ്ങി. സൈമൾട്ടേനിയസ് ആണ്, ഇൻസ്റ്റന്റ് ആണ്. അതിനനുസരിച്ച് ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം വീട്ടില് എന്താ പറയാ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എക്സാമിന്റെ റിസൾട്ട് വീട്ടിൽ പോയി പറയാണ്. അപ്പൊ വീട്ടിൽ പറയുന്ന സമയത്ത്, ഹലോ കേൾക്കുന്നില്ലേ?
ഓക്കെ. വീട്ടിൽ നിങ്ങൾ എക്സാമിന്റെ റിസൾട്ട് പറയുന്ന ഓക്കെ താങ്ക്സ്. റിസൾട്ട് പറയുന്ന സമയത്ത് നിങ്ങളെ പാരന്റ്സിന്റെ മുഖം നിങ്ങൾ മാറുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് അമ്മേ ഇന്ന് എക്സാം റിസൾട്ട് ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്ന സമയത്ത് പാരന്റ്സിന്റെ മുഖം മാറുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത നമ്മുടെ ന്യായീകരണങ്ങൾ തുടങ്ങും. അതായത് എക്സാം ടഫ് ആയിരുന്നു, ഏറ്റവും ടഫ് എക്സാം ആയിരുന്നു എന്ന് മാം പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാർക്കൊക്കെ ഇതേപോലെയുള്ളതാണ്. അതായത് നിങ്ങൾ ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ മോഡിഫൈ ചെയ്ത് തുടങ്ങി. ആ മോഡിഫൈ ചെയ്യാൻ കാരണം എന്താണ്? ഈ റിയൽ ടൈം കിട്ടിയ ഫീഡ്ബാക്ക് ആണ്. സോ അതാണ് ട്രാൻസാക്ഷണൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകത. അതായത് റിയൽ ടൈം ആയിട്ട് ഫീഡ്ബാക്ക് കിട്ടും അവിടെ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇതാണ് ബേസിക്. ഇത് എന്തായാലും എല്ലാവർക്കും അറിഞ്ഞിരിക്കണം, എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഇതൊന്നും ബൈഹാർട്ട് പഠിക്കണ്ടല്ലോ, ഇതാണ് ബേസിക്. ലീനിയർ എന്ന് പറഞ്ഞാൽ 1 വേ ആണ്, ഇന്ററാക്ഷനിലും ട്രാൻസാക്ഷനിലും 2 വേ ആണ്. പക്ഷെ ഇന്ററാക്ഷനിൽ ഫീഡ്ബാക്ക് ഡിലേ ആയിട്ടാണ് കിട്ടുക, ട്രാൻസാക്ഷനിൽ ഇമ്മീഡിയറ്റ് സൈമൾട്ടേനിയസ് റിയൽ ടൈമിൽ എന്ത് കിട്ടും, ഫീഡ്ബാക്ക് കിട്ടും. ഇതാണ് ബേസിക്കലി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മോഡൽസിൽ വരുന്നത്, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. സോ നമുക്കിനി ഓരോന്നായിട്ടും പഠിക്കാം, ഓരോന്നിലും എന്തൊക്കെയാണ്. അതായത് ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡലുള്ള ഫസ്റ്റ് 4 മോഡൽസ് പഠിക്കാം. ഫസ്റ്റ് അരിസ്റ്റോട്ടിൽ, ലാസ്വെൽ, ഷാനോൺ ബീവർ ആൻഡ് ബെർലോ. ഇതിന് ഈ പേരൊക്കെ ഓർത്ത് വെക്കണൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കോഡ് വേർഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോളാം. കോഡ് വേർഡ് വർക്ക് ആവാത്ത ഒരാളായതുകൊണ്ട് ഞാൻ അതിലധികം ഫോക്കസ് ചെയ്തിട്ടില്ല. ഈ ഫസ്റ്റ് വൺ ഞാൻ എവിടെ കേട്ടിട്ടില്ല, ലാബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കും. ലാസ്വെൽ, അരിസ്റ്റോട്ടിൽ, ബെർലോ ആൻഡ് ഷാനോൺ ബീവർ എന്നൊക്കെ. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ ഓരോന്നിനും കോഡ് വേർഡ് ഉണ്ടാക്കുക, അങ്ങനെ വെച്ച് പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ. സോ ലീനിയർ മോഡല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഏറ്റവും ബേസിക് ആണ്. മോഡൽസ് ഉണ്ടാവാൻ തുടങ്ങിയതിനുണ്ട് മോഡൽസ് എന്താ പറയാ ഉണ്ടാക്കിയതിൽ ഏറ്റവും ബേസിക് ആണ്, ഏറ്റവും എന്താ പറയാ they are the earliest models and they we communication as a one way or one directional flow from sender to receiver. ഇടയിൽ മെസ്സേജ് ഉണ്ടാവും. ഇതാണ് ലീനിയർ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നോ ഫീഡ്ബാക്ക്. ആൻഡ് ഇത് ബേസിക്കലി ഇത് ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പഗാൻഡ സെറ്റിംഗ് എന്നൊക്കെ പറയില്ല. അതായത് ഞാൻ പറയും നിങ്ങൾ കേട്ടോളുക എന്നുള്ള ഒരു രീതിയിലുള്ള ആ ഒരു ഇതാണ് ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡലിൽ പറയാം. നമ്മൾ പറയും ഇതെന്താ റേഡിയോ ആണോ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അത് വരിക. സോ അരിസ്റ്റോട്ടിൽ മോഡലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അരിസ്റ്റോട്ടിൽ മോഡലിലെ കീവേഡ്സ് ഇതൊക്കെയാണ്. അതായത് 5 ആൾക്കാർ ഇതുണ്ട്, എലമെന്റ്സ് ഉണ്ട്. ഒന്ന് സ്പീക്കറുടെ സ്പീച്ച്, ഏത് ഒക്കേഷനിലാണ് ആ സ്പീച്ച് കൊടുക്കുന്നത്, ആരാണ് ഓഡിയൻസ്, ഓഡിയൻസിൽ ഉണ്ടാകുന്ന എഫക്റ്റ്. ഇതാണ് അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കാര്യങ്ങൾ. സോ എക്സാമ്പിൾ ഇതിൽ ഏറ്റവും ഇത് ഓക്കെ, നിങ്ങൾ അരിസ്റ്റോട്ടിൽ ഈ മോഡൽ പഠിക്കുന്ന സമയത്ത് ആ ടൈം ലൈനും കൂടി ഓർത്ത് വെക്കുക. ചില സമയങ്ങളിൽ എന്താ പറയാ ക്രോണോളജിക്കൽ ഓർഡർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഏറ്റവും ഏർലിയസ്റ്റ് മോഡൽ അരിസ്റ്റോട്ടിൽ മോഡലാണ്, 4th century BC ഉണ്ടാക്കിയ മോഡൽ. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ BC അവർ ഉണ്ടാവുക എന്നുള്ളത്. സോ ഇതെന്ന് പറയുന്നത് ആൾക്കാരെ പെർസ്വേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു തരം പ്രൊപ്പഗാൻഡ സെറ്റ് ചെയ്യാൻ വേണ്ടി കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. ഇവിടെ അരിസ്റ്റോട്ടിൽ ഇന്റന്റ് ചെയ്യുന്നത് ഒരു പബ്ലിക് സ്പീക്കറെയാണ്. അതായത് എന്താ പറയാ ദ എഫക്ട് ഓഫ് സ്പീക്കർ ഓൺ ഓഡിയൻസ്. ആൻഡ് ഈ സ്പീക്കർ ഓഡിയൻസ് എന്ന് പറയുന്നത് പാസീവ് ആണെന്ന് ഓട്ടോമാറ്റിക്കലി അസ്യൂം ചെയ്തിട്ട് ഈ പറയുന്ന എന്താ പറയാ സ്പീക്കർ പറയുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ഓഡിയൻസിന് കിട്ടി എന്നുള്ള ഒരു അസംഷനിലുള്ള ഒരു മോഡലാണ് ഇത് അരിസ്റ്റോട്ടിൽ മോഡൽ. അതായത് പണ്ട് നമ്മൾ ആയ കാലത്തുണ്ടായ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. അതിന്റെ എല്ലാ കുറവുകളും ഈ മോഡലിൽ ഉണ്ടാവും. ഇതിൽ ഫീഡ്ബാക്ക് ഇല്ല, ഓഫ്കോഴ്സ് നോ റൂം ഫോർ ഫീഡ്ബാക്ക് ഓർ ഇന്ററാക്ഷൻ, അസ്യൂംസ് ഓഡിയൻസ് ആസ് പാസീവ്. അതാണ് നോക്കേണ്ടത്. ഇതിൽ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അരിസ്റ്റോട്ടിൽ മോഡൽ, ടൈം ലൈൻ, പിന്നെ ഈ പറയുന്ന 5 എലമെന്റ് സ്പീക്കർ, സ്പീച്ച്, ഒക്കേഷൻ, ഓഡിയൻസ്, എഫക്റ്റ്, ഈ കാര്യങ്ങൾ ഉണ്ടാവും. മെയിൻലി ഒരു പബ്ലിക് സ്പീച്ചിനൊക്കെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് നോ ഫീഡ്ബാക്ക്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. നെക്സ്റ്റ് വൺ വരുന്നത് ലാസ്വെൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതും എന്തിലാ വരുന്നത്, ലീനിയർ മോഡലിൽ വരുന്ന ഒരു ഇതാണ്. ലാസ്വെൽ മോഡലിൽ ഏത് ഇയറാ വരുന്നത്, 1948, റൈറ്റ് ആഫ്റ്റർ അവർ ഇൻഡിപെൻഡൻസ്. അങ്ങനെ വെച്ച് ഓർത്ത് വെക്കുക. എന്തെങ്കിലും ഒരു റിലേറ്റബിൾ ടൈം ലൈൻ ഓർത്ത് വെക്കുക. അത് ഈ ടൈം ലൈൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം ലൈനിൽ നമ്മൾക്ക് അറിയാവുന്ന, നമ്മൾക്ക് കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി കണക്ട് ആവുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും.
1947 ആണെങ്കിൽ ഇൻഡിപെൻഡൻസ്, പിന്നെ അതുപോലെ തന്നെ 1946 ഒക്കെ വരുന്ന സമയത്ത് വേൾഡ് വാർ 2, ഈ ഹിരോഷിമ നാഗസാക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ കുഞ്ഞിലെ നമ്മൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നമ്മളെ ഫീഡ് ചെയ്ത കുറെ ഇയേഴ്സ് ഉണ്ടാവും. സോ അതുമായിട്ട് അങ്ങ് കണക്ട് ചെയ്ത് പഠിക്കാം. ഞാൻ ജനറലി പറഞ്ഞതാണ്, ഇയേഴ്സ് വരുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഇയേഴ്സ് ലൈക്ക് ഓർത്ത് വെക്കാൻ വളരെ ഭയങ്കര പാടാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിന് ഇങ്ങനത്തെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. എസ്പെഷ്യലി നമ്മുടെ പ്ലാൻസ് ഒക്കെ വരുന്ന സമയത്ത്, ഈ 5 ഇയർ പ്ലാൻസും അങ്ങനത്തെ ഒക്കെ പഠിക്കേണ്ട സമയത്ത് നമ്മൾ മെയിൻലി ചെയ്യാന്ന് വെച്ചാൽ ആ സമയത്തുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സായിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിട്ടോ അതിനൊന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണക്റ്റിംഗ് മെമ്മറി നമുക്ക് കിട്ടും. സോ ലാസ്വെൽ മോഡൽ എന്ന് പറയുന്നത് 1948, ഓൾസോ നോൺ ആസ് ദി ആക്ഷൻ മോഡൽ. ഇത് നോക്കണേ, നേരത്തെ പറഞ്ഞ പോലെ ഇന്ററാക്റ്റീവ് മോഡലിന് കൺവേർജൻസ് മോഡൽ എന്ന് പറയുന്നത് പോലെ തന്നെ ലാസ്വെൽ മോഡലിനെ ആക്ഷൻ മോഡൽ എന്നും കൂടെ പറയും. ചില സമയത്ത് ആക്ഷൻ മോഡൽ എന്നായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുക. ആൻഡ് ഹാരോൾഡ് ഡി ലാസ്വെൽ, പേര് ഓർത്ത് വെക്കുക. ഈ ഹരോൾഡിന്റെ അടുത്ത് ചില സമയത്ത് ഈ ഡി മാറ്റിയിട്ട് സിയോ ബിയോ തന്നു കഴിഞ്ഞാൽ ആൻസർ മാറും. ചില സമയത്ത് ഹരോൾഡ് ഡി, ഹരോൾഡ് ബി, ഹരോൾഡ് സി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കുക. ഹരോൾഡ് ഡി ലാസ്വെൽ 1948. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, കോംപ്രിഹെൻസീവ് ഫ്രെയിംവർക്ക് ടു അനലൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ബൈ അഡ്രസ്സിംഗ് 5 ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ. അതായത് ഈ മോഡൽ ഒരു 5 ബേസിക് ക്വസ്റ്റ്യൻസിലൂടെ കമ്മ്യൂണിക്കേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഹൂ ഇസ് കമ്മ്യൂണിക്കേറ്റിംഗ്, സേസ് വാട്ട്, എന്താണ് അവർ പറയുന്നത്, ത്രൂ വിച്ച് ചാനൽ, ആൻഡ് ടു ഹൂം, ഓഡിയൻസ് ആരാണ്, ആൻഡ് വാട്ട് ഈസ് ദ എഫക്ട്. സെയിം 5 ആണ്, അതായത് അരിസ്റ്റോട്ടിൽ പറഞ്ഞ സെയിം 5 ആണ്. അത് കുറച്ചും കൂടെ എന്താ പറയാ ഫാൻസി ആക്കിയിട്ട് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഇവിടെ പറയുന്നേ ഉള്ളൂ. അതായത് ഹൂ, സേസ് വാട്ട്, ഇൻ വിച്ച് ചാനൽ, ടു ഹൂ, വിത്ത് വാട്ട് എഫക്ട്. ഈ ഒരു ഇത്രയും കാര്യങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ആര് പറയുന്നത്, ലാസ്വെൽ പറയുന്നത്. ആൻഡ് ഫോക്കസ് ഈസ് അനാലിസിസ് ഓഫ് മീഡിയ, മെസ്സേജസ് ആൻഡ് പ്രൊപ്പഗണ്ട ആൻഡ് സ്റ്റഡിങ് ദ എഫക്ട് ഓൺ ഓഡിയൻസ്. നേരത്തെ അരിസ്റ്റോട്ടലിന്റെ കാര്യത്തിൽ നമ്മൾ ഓഡിയൻസ് പാസീവ് ആണെന്ന് ഓൾറെഡി ഫിക്സ് ചെയ്തു. അതായത് ഓഡിയൻസ് എന്ന് മനസ്സിലായി നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ എന്ന് പറയുന്നത് ഓഡിയൻസിന്റെ എഫക്റ്റിനും ഫോക്കസ് ചെയ്യുന്നുണ്ട്, വിത്ത് വാട്ട് എഫക്ട് എന്നുള്ള കാര്യങ്ങൾ. സ്ട്രെങ്ത് എന്ന് പറയുന്നത് സിമ്പിൾ, ആപ്ലിക്കബിൾ ടു മാസ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, ഫീഡ്ബാക്ക് ഇല്ല. അതുപോലെ തന്നെ ഈ ലീനിയർ ആണ്. ഈ നോയിസ് എന്ന് പറയുന്ന ഈ സാധനങ്ങളൊക്കെ ഇഗ്നോർ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. നോയിസ് ഒന്നും ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ അരിസ്റ്റോട്ടലിലെ നോയിസിനെ പറ്റി പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ ലാസ്വെല്ലും നോയിസിനെ പറ്റിയിട്ടൊന്നും ഒന്നും പറയുന്നില്ല. സോ അതൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. അത് നിങ്ങൾ ഇവിടെ ലിമിറ്റേഷൻ ആയിട്ട് പഠിക്കണ്ട. അടുത്തതിൽ എവിടെയാണോ നോയിസ് പറയുന്നത് അവിടെ മാത്രം പഠിച്ചാൽ മതി. അതായത് ഇവിടെ നോയിസിന്റെ കൺസെപ്റ്റ് വന്നിട്ട് നമ്മൾ നോക്കണ്ട. ചില സമയത്ത് ക്വസ്റ്റ്യൻ വരിക എന്ന് പറയുന്നത് ലാസ്വെൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് നോയിസ് എന്നായിരിക്കും വരിക. അത് പൊട്ടത്തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഈ സ്ലൈഡിൽ അത് ഓർത്ത് വെക്കരുത്, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് അത് ഓർത്ത് വെക്കുക. നോയിസ് കൊണ്ടുവന്നത് ലാസ്വെൽ അല്ലാന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇതാണ് രണ്ടാമത്തെ മോഡൽ. ഇത് ഈ സ്ക്രീനിൽ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, പേര് നമ്മൾ ഫെമിലിയർ അല്ലാത്തൊരു പേരാണ്, അതുകൊണ്ട് അത് പഠിക്കുക. പിന്നെ ഇയർ പഠിക്കുക, എന്തൊക്കെയാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ്, ഹൂ സേസ് വാട്ട്, ഇൻ വിച്ച് ചാനൽ, ടു ഹൂം, വിത്ത് വാട്ട് എഫക്ട്, ഇത് പഠിക്കുക. ആൻഡ് ലീനിയർ ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അണ്ടർസ്റ്റുഡ് ആണ്, ഫീഡ്ബാക്ക് ഇല്ല എന്നുള്ളത്. ഓക്കെ, ഞാൻ ക്ലിയർ ആണോ എന്നുള്ളൊരു, ഞാനിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ലീനിയർ കമ്മ്യൂണിക്കേഷൻ ആണ്. ക്ലിയർ ആണെന്നുള്ളത് ഒരു അസംഷൻ വെച്ചിട്ട് ഞാൻ മുന്നോട്ട് പോവാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒന്നിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. അറിയി തന്നിട്ടുണ്ടോ? ഓക്കെ, യെസ്, ഓക്കെ, താങ്ക്സ്. അടുത്തത് ഷാനോൺ വേവർ മോഡൽ. യെസ്, അടുത്തത് വരുന്നതാണ് ഷാനോൺ വേവർ മോഡൽ. ഇത് 1949 ഗാന്ധിജി മരിച്ച വർഷമാണ്, അങ്ങനെ ഓർത്ത് വെക്കുക. ഷാനോൺ വേവർ മോഡൽ ഡെവലപ്ഡ് ബൈ ക്ലോഡ് ഷാനോൺ ആൻഡ് വാരൻ വീവർ ഇൻ 1949. പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ നോക്കുക. ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ അപ്രോച്ച് ഫോക്കസിംഗ് ഓൺ ദ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ. അതായത് ഈ ഷാനോൺ വേവർ തൊട്ടിട്ട് എന്താ പറയുക, കമ്മ്യൂണിക്കേഷന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്ടുകൾ അനലൈസ് ചെയ്യാൻ തുടങ്ങി. അതായത് ടെക്നിക്കൽ ആസ്പെക്ട്സ് കൺസിഡർ ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് വരുന്ന മോഡൽ ചില ഇമോഷണൽ ആസ്പെക്ട്സ് ലൈക്ക് അതായത് കമ്മ്യൂണിക്കേഷനെ അഫക്ട് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്ന് പഠിച്ചു തുടങ്ങി. അങ്ങനെ ആകുമ്പോഴാണല്ലോ അഫക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞാലോ നമുക്കത് ഒഴിവാക്കിയിട്ട് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ 1949 ആകുമ്പോഴേക്കും നെക്സ്റ്റ് സ്റ്റെപ്പിൽ എത്തിയിട്ട് കുറച്ചും കൂടെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട്, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട്
ടെക്നിക്കൽ ആസ്പെക്ട്സ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് വെച്ചാൽ പുതുതായിട്ട് 2-3 കൺസെപ്റ്റ് ഇവിടെ വരും. ഒന്ന് എൻകോഡിങ്ങും പിന്നെ ഡീകോഡിങ്ങും എന്താണെന്ന് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വന്നു. അതായത് നമ്മളൊരു മെസ്സേജ് ഉണ്ടായാൽ മാത്രം പോരാ, അതൊരു പ്രോപ്പർ മീഡിയത്തിലോട്ട് എൻകോഡ് ചെയ്തിട്ട് വേണം ചാനലിലൂടെ റിസീവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് റിസീവർ അത് ഡീകോഡ് ചെയ്താൽ മാത്രമേ എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ ഫുൾ ആ ഒരു പ്രോസസ്സ് ഫുൾ ആവുന്നു എന്നുള്ള ഒരു ഐഡിയ ഈ ഒരു മോഡലിൽ എത്തുമ്പോഴേക്കും വന്നു തുടങ്ങി. സോ എന്തൊക്കെയാണ് ഇവിടെ Shannon Weaver emphasized the significance of clear encoding, reliable transmission channels and effective decoding. അതായത് എൻകോഡിങ്ങും ട്രാൻസ്മിഷൻ, അതായത് ഒരു നല്ല എഫക്റ്റീവ് ചാനലിന്റെ ആവശ്യകതയും അതുപോലെ തന്നെ ഡീകോഡിങ്ങിന്റെ ഇമ്പോർട്ടൻസും സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് ആര് പറഞ്ഞു? ഷാനോൺ വീവർ പറഞ്ഞു. ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇൻഫർമേഷൻ സോഴ്സ്, ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാവും, ആൻഡ് ചാനൽ, റിസീവർ അതിനെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കും. ഈ പറയുന്ന സാധനങ്ങൾ തന്നെ സെൻഡർ, എൻകോഡർ, ചാനൽ, ഡീകോഡർ, റിസീവർ. ഈ ഒരു മോഡൽ പിക്ചർ നോക്കുക. സെൻഡർ എൻകോഡ് ചെയ്യുന്നു. നമ്മൾ ആദ്യം പഠിച്ച പ്രോസസ്സ് ഉണ്ടല്ലോ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഇൻ ജനറൽ മനസ്സിലാക്കിയത് ഇതാണ്. ഈ പിക്ചറിൽ ഇവിടെ ഫീഡ്ബാക്ക് ഉണ്ട്, പക്ഷെ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല ഒറിജിനലി ഇഗ്നോർ ദ ഫീഡ്ബാക്ക്. ശരിക്കും ഫസ്റ്റ് ടൈം ഷാനോൺ വീവർ മോഡൽ വരുന്ന സമയത്ത് അവിടെ ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നില്ല. ലേറ്റർ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് ഷാനോൺ വീവർ ലീനിയർ മോഡലിലാണ്. ലീനിയർ മോഡൽ എന്ന് പറയുന്നത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ നോ ഫീഡ്ബാക്ക് ആണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താ പറയാ നോ ഫീഡ്ബാക്ക് തന്നെ ആയിട്ട് പഠിക്കണം. പക്ഷെ മനസ്സിലാക്കി വെക്കുക, പിന്നീട് അത് മോഡിഫൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഓർത്ത് വെച്ചാൽ മാത്രം മതി. പക്ഷെ ഈ ഫീഡ്ബാക്കിന്റെ പിക്ചർ കണ്ടതുകൊണ്ടുള്ളത് കൺഫ്യൂഷൻ വേണമെന്നില്ല. സോ ഇതില് ന്യൂ കൺസെപ്റ്റ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തെന്ന് വെച്ചാൽ നോയിസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്തു. ആര്? ഷാനോൺ വീവർ. അപ്പോ നോയിസ് ഉള്ള കൺസെപ്റ്റ് ആരാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാനോൺ വീവർ ആണ്. അത് ഓർത്ത് വെക്കുക. എനിക്ക് വീവർ എന്നൊക്കെ പറയുമ്പോൾ എനിക്കില്ലേ മറ്റേ നമ്മുടെ തറയില്ലേ, ഈ നമ്മളെ ഈ സാരിയൊക്കെ ഉണ്ടാക്കുന്ന അതിനിങ്ങനെ സൗണ്ട് ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഓരോ ഓർമ്മ നിൽക്കും. അപ്പോൾ വീവ് ചെയ്യുന്ന സമയത്ത് നോയിസ് ഉണ്ടാവും. അപ്പൊ നോയിസ് അവരാണ് കൊണ്ടുവന്നത് എന്നൊക്കെ അല്ലേ. സോ നോയിസിന്റെ ടൈപ്പ്, അത് നോയിസ് കൺസെപ്റ്റ് ഓഫ് നോയിസ് കൊണ്ടുവന്നതല്ല. നോയിസ് നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ, എന്താണ് ഇന്റർഫെറൻസിന്റെ കമ്മ്യൂണിക്കേഷൻ ആണ് നോയിസ് എന്ന് പറയുന്നത്. അതിൽ ടൈപ്പ് ഒരു 3 ടൈപ്പ് ഓഫ് ലൈക്ക് അതിനെ കാറ്റഗറൈസും ചെയ്തു. അതായത് ലെവൽ എ, ലെവൽ ബി, ലെവൽ സി എന്ന് പറഞ്ഞിട്ട് നോയിസിനെ കാറ്റഗറൈസ് ചെയ്തു. ലെവൽ എ എന്ന് പറയുന്നത് ടെക്നിക്കൽ നോയിസ് ആണ്. അതായത് ഇപ്പൊ നമ്മള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സംഭവിച്ച ഇതുണ്ടല്ലോ, ടെക്നിക്കൽ എറർ അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷനിൽ, അത് ലെവൽ എ. അതായത് ക്ലാസ്സിന് മുന്നേ സംഭവിച്ചത് ലെവൽ എ ഓഫ് നോയിസ് ആണെന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ലെവൽ ബി എന്ന് പറയുന്നത് സെമാൻറ്റിക്. അതായത് വേർഡ്സ് ആർ മ്യൂച്വലി നോട്ട് അണ്ടർസ്റ്റുഡ്. ഞാൻ ഇന്നലെ പഠിച്ചിട്ടില്ലേ, അതായത് ചില ആൾക്കാർക്ക് ഓരോ വേർഡിനും ഓരോ വേർഡ് മീനിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ അത് ഏറ്റവും കൂടുതൽ നമുക്ക് വേർഡ്സിന് പകരം നമ്മൾ ഇമോജീസ് എടുത്തു കഴിഞ്ഞാൽ ചില ഇമോജികൾ ചില ആൾക്കാർക്ക് എന്താ പറയാ ചില രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചില ആൾക്കാർക്ക് തംസപ്പ് കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. ചില ആൾക്കാർക്ക് അത് നോർമൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. സോ അങ്ങനെയാണ്. അതായത് വേർഡ്സ് ആർ മ്യൂച്വലി നോട്ട് അണ്ടർസ്റ്റുഡ്, അതാണ് സെമാൻറ്റിക്കിൽ വരിക. അത് ലെവൽ ബി. ആൻഡ് ലെവൽ സി എന്ന് പറയുന്നത് ബാക്കിയുള്ള അതായത് കമ്മ്യൂണിക്കേഷന്റെ എഫക്റ്റീവ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ബാക്കി എല്ലാ പ്രോബ്ലത്തിനെയും അല്ലെങ്കിൽ ഓൾ അതർ ബാരിയേഴ്സ് ലെവൽ സിയിലും വരും. ഓക്കെ. സോ നോയിസ് എന്താന്ന് പറഞ്ഞു, നോയിസിന്റെ ടൈപ്പ് പറഞ്ഞു. അതുപോലെ തന്നെ എൻകോഡിങ് ഡീകോഡിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറഞ്ഞു. ടേണിംഗ് തോട്ട്സ് ഇൻ ടു സിമ്പിൾ ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദം. ആ ഒരു പ്രോസസ്സും കൂടെ ആര് പറഞ്ഞു? ഷാനോൺ വീവർ അവരുടെ മോഡൽ 1949 പറഞ്ഞു. ഈ ഒരു സ്ലൈഡിൽ കുറച്ച് നല്ലോണം പഠിക്കാനുണ്ട്. ലൈക്ക് ഇയർ പഠിക്കണം, അതുപോലെ തന്നെ എന്താണ് പുതിയതായിട്ട് വന്ന കൺസെപ്റ്റ് പഠിക്കണം, അതിലുള്ള കാറ്റഗറീസ് പഠിക്കണം. അതുപോലെ തന്നെ ഏറ്റവും ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒറിജിനലി ഇഗ്നോർ ദ ഫീഡ്ബാക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. ആൻഡ് ടു മെക്കാനിക്കൽ ഫോർ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. അത് ഈ പറഞ്ഞ ടെക്നിക്കൽ ആസ്പെക്ട്സ് എടുത്തപ്പോൾ ഇമോഷണൽ ആസ്പെക്ട്സ് ഇഗ്നോർ ചെയ്തു. അത് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. അടുത്തതാണ് ഇത് 3 നമ്മളിപ്പോ കഴിഞ്ഞില്ലേ, 3 കഴിഞ്ഞു. ലീനിയറിൽ അതൊക്കെയാണ് അരിസ്റ്റോട്ടില്, ലാസ്വെല്, ഷാനോൺ വീവർ. അതുപോലെ തന്നെ ഇനി അടുത്തത് വരുന്നത് ബെർലോസ് SMCR മോഡൽ 1916. അതായത് എപ്പോഴാ
1962 അങ്ങനല്ലേ നമ്മള് ചൈന വാറൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ 1960 ഇന്ത്യ പാകിസ്ഥാൻ വാറോ എന്തൊക്കെയോ ടെൻഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ എന്തെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ അത് ഓർത്ത് വെക്കുക. 1960. സോ ഇതില് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ടെക്നിക്കൽ ആസ്പെക്ട്സ് വരെ എവിടെ എത്തി, ഷാനോൺ വേവറിൽ ടെക്നിക്കൽ ആസ്പെക്ട്സ് എത്തി. ഇത് കുറച്ചും കൂടെ അഡ്വാൻസിൽ ഇമോഷണൽ ആസ്പെക്ട്സ്, അതായത് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഇമോഷണലി അതർ എലമെന്റ്സിൽ ഇമോഷണൽ ആസ്പെക്ട്സ് ഇവര് ആര് ഈ പറയുന്ന ബെർലോ കൺസിഡർ ചെയ്തു. ഇതിന്റെ ഇയർ എടുത്ത് വെക്കുക. ബെർലോസ് SMCR മോഡൽ. SM എന്ന് പറഞ്ഞാൽ സോഴ്സ് മെസ്സേജ് ചാനൽ റിസീവർ. SMCR stands for source message channel receiver. Considers the emotional dimension of the message and underscore the elements that influence effective communication and identify the different components involved in the process. അതായത് എന്താ പറയാ, ഈ സോഴ്സ് മെസ്സേജ് ചാനൽ റിസീവർ ഈ 4 എലമെന്റ്സിനെ സ്വാധീനിക്കുന്ന അതിന്റെ സബ് കാറ്റഗറീസിനെ ആര് ലിസ്റ്റ് ചെയ്തു? ബെർലോ ലിസ്റ്റ് ചെയ്തു. അതായത് ഇവിടെയുള്ള മെയിൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്: സോഴ്സ് മെസ്സേജ് ചാനൽ റിസീവർ. ഈ സോഴ്സിനാണെങ്കിൽ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ സോഴ്സും റിസീവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ സെയിം ആണോ നോക്കിക്കോട്ടെ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, നോളജ്, സോഷ്യോ കൾച്ചറൽ സിസ്റ്റം. അതുപോലെ തന്നെ റിസീവറെ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഇത് 4ആണ്. സോ ഇത് ഓർത്ത് വെക്കുക. എന്നാൽ ഇപ്പൊ സോഴ്സ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഞാനാണ് സോഴ്സ് ഇവിടെ. സോ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഞാൻ എന്റെ ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ ഏത് ആറ്റിറ്റ്യൂഡിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ എന്റെ നോളജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഞാൻ വളർന്നു വന്ന സോഷ്യോ കൾച്ചറൽ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അതായത് സോഴ്സിനെ ഇത്രയും കാര്യങ്ങൾ എന്നല്ല, ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെസ്സേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് സബ് കാറ്റഗറീസ് ആണ്. എങ്ങനെയാണ് മെസ്സേജ് കോഡ് ചെയ്തിരിക്കുന്നത്, മെസ്സേജിന്റെ കണ്ടന്റ് എന്താണ്, അതായത് ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ പറയുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷനിലുള്ള കണ്ടന്റ് എന്താണ്, അതിന് കൊടുത്തിരിക്കുന്നത്, അത് എങ്ങനെയാണ് അത് എന്താ പറയാ ലൈക് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, അതിന്റെ എലമെന്റ്സ് ആൻഡ് സ്ട്രക്ചർ, ഇതൊക്കെ എന്തായിരിക്കും മെസ്സേജിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇപ്പോ അതെങ്ങനെ ലൈക് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവിനെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് മാത്സ് ഭയങ്കര ടഫാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ മാത്സിന്റെ കണ്ടന്റ് നമ്മൾക്ക് ടഫായിരിക്കുന്നതാണ്. സോ ഇറ്റ്സ് ഓരോ മെസ്സേജിന്റെയും കണ്ടന്റിന് അനുസരിച്ചിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് എഫക്റ്റീവ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ സോഴ്സിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ആറ്റിറ്റ്യൂഡ്, നോളജ് ആൻഡ് സോഷ്യോ കൾച്ചറൽ സിസ്റ്റം. മെസ്സേജ് വരുന്ന കോഡ്, കണ്ടന്റ്, ട്രീറ്റ്മെന്റ് ആൻഡ് എലമെന്റ്സ് ആൻഡ് സ്ട്രക്ചർ. ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ നോക്കുക. ചില സമയങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചാനലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് സീയിങ്, ഹിയറിംഗ്, ടച്ചിങ്, സ്മെല്ലിംഗ്, ടേസ്റ്റിംഗ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ വരുന്നത്. ഈ ചാനൽ എന്തൊക്കെയുണ്ട് എന്നുള്ള അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റിസീവറിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്. റിസീവറിന്റെ സ്കില്ല്, റിസീവറിന്റെ ആറ്റിറ്റ്യൂഡ്, റിസീവറിന്റെ നോളജ്, റിസീവറിന്റെ സോഷ്യോ കൾച്ചറൽ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ എന്താണ് ഇവിടെ ബെർലോ SMCR മോഡലിൽ ഏറ്റവും എന്ന് പറയുന്നത് എന്താ? ഇമോഷണൽ ആസ്പെക്ട്സിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ എലമെന്റ് നോക്കുക ഇവിടെ പഠിക്കേണ്ടത്? ഒന്ന് പേര്, ഇയർ, ഈ പറയുന്ന പോലെ ഇമോഷണൽ ആസ്പെക്ട്സ്, അതുപോലെ തന്നെ 4 എലമെന്റ്സ്, അതിന്റെ സബ് കമ്പോണൻസ്, അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ സൈക്കോളജി ഓഫ് സെൻഡർ ആൻഡ് റിസീവർ. ലിമിറ്റേഷൻസ്, സോഷ്യൽ ഫീഡ്ബാക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇത് ലാസ്റ്റ് ഇതിൽ ലീനിയർ കമ്മ്യൂണിക്കേഷനിൽ ലീനിയർ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന മോഡലാണ് SMCR മോഡൽ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു എവ്രിവൺ. നെക്സ്റ്റ് നമ്മൾ ഇന്ററാക്റ്റീവും ട്രാൻസാക്ഷനിലേക്കും പോവാണ്. ഈ ഒരു പാർട്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബേസിക്കലി കുറച്ച് ഫാക്ട്സ് ലേൺ ചെയ്യാന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. സോ നമ്മൾ നെക്സ്റ്റ് വരുന്നത് ഇന്ററാക്റ്റീവ് മോഡലാണ്.
ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ മോഡൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾ പാർട്ടിസിപ്പൻസ് ആക്ട്സ് ആറ്റ് ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ കണ്ടിന്യൂസ്ലി എൻകോഡിംഗ് ഡീകോഡിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് മെസ്സേജസ് ഹാപ്പനിങ്. അതായത് ഫീഡ്ബാക്ക് ഉണ്ട്, അതാണ് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. പക്ഷെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് റിയൽ ടൈം അല്ല, ടൈം എടുക്കും ഇതിലുള്ളത്. അതുപോലെ തന്നെ ആ വേർഡ് ഓർത്ത് വെക്കുക, കൺവേർജൻസ് എന്നുള്ള വേർഡ് ഓർത്ത് വെക്കുക. സോ അതാണ് ഇന്ററാക്റ്റീവ് മോഡല്. ഇന്ററാക്റ്റീവ് മോഡൽ രണ്ട് മോഡലാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഓസ്ഗുഡ് ഷ്രാം മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇയർ എന്ന് പറഞ്ഞാൽ 1955 ആണ്. അത് നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ആലോചിക്കില്ലേ, ലീനിയർ ആണ് ആദ്യം വരുന്നത്, അപ്പോ ലീനിയറിന്റെ എല്ലാ കാറ്റഗറിയും കഴിഞ്ഞിട്ടായിരിക്കും ഇന്ററാക്റ്റീവ് വരിക എന്നുള്ളത്. പക്ഷെ അല്ല, നമ്മൾ ലാസ്റ്റ് പഠിച്ച ബെർലോ ആണെന്ന് തോന്നുന്നു 1960-ലാണുള്ളത്. ഓസ്ഗുഡ് ഷ്രാം മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ 1955 വരുന്നതാ. ഏകദേശം 5 ഇയർ പ്ലാനിങ്, സെക്കൻഡ് 5 ഇയർ പ്ലാനിങ്ങോ അതിന്റെ ഒരു ടൈമിൽ, ഏകദേശം ആ ഒരു ടൈമിൽ ഓർത്ത് വെക്കാം. 1956ഓ മറ്റോ അല്ലേ 5 ഇയർ പ്ലാനിങ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ലൈക്ക് ഇതും കൂടെ ഓർത്ത് വെക്കുക. ഇപ്പൊ ഒരു റിവിഷൻ, അതും റിവിഷൻ ആവുമല്ലോ. പിന്നെ വേറൊരു കാര്യം ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ കണ്ടിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ചാപ്റ്റർ കമ്പൈൻ ചെയ്യുന്നു. അതായത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും കമ്മ്യൂണിക്കേഷനും കമ്പൈൻ ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഇത് നമ്മളെ ഹയർ എഡ്യൂക്കേഷനും കമ്പൈൻ ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അത് അങ്ങനത്തെ ഒരു ട്രെൻഡ് കാണാം. സോ അപ്പോ ഒരു പാർട്ട് നമ്മൾ പഠിച്ചില്ലെങ്കിൽ അതും പണിയാണ്. സോ ഓസ്ഗുഡ് ഷ്രാം മോഡൽ എന്ന് പറയുന്നത് ഇതിന്റെ പിക്ചർ നോക്കുക. എന്താണ്? സർക്കുലർ പ്രോസസ് ആണ്. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്തില്ലേ സർക്കുലർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്തായിരുന്നു? ഫീഡ്ബാക്ക് ഇല്ലായിരുന്നു എന്ന് അന്ന് പറഞ്ഞേ. നമുക്കിപ്പോ മനസ്സിലായി. ഇപ്പൊ ഫീഡ്ബാക്ക് ഉണ്ട്, സർക്കുലർ ആണ്, കണ്ടിന്യൂസ് ആണ്, ഒരു ബ്രേക്ക് ഇല്ല. നോക്കുക. ആൻഡ് എവറി ഇൻഡിവിജ്വൽസ് പ്ലേ റോൾസ് ആൻഡ് ബോത്ത് റോൾസ്. അതായത് സെൻഡറും റിസീവറും കോൺസ്റ്റന്റ്ലി സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഇപ്പോ ഇവിടെ നിന്ന് സെൻഡർ ഒരു കാര്യം എന്താണ് എൻകോഡ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് എൻകോഡ് ചെയ്ത് മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. അത് റിസീവർ ഡീകോഡ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് അതിന്റെ റിപ്ലൈ എൻകോഡ് ചെയ്ത് ഫീഡ്ബാക്ക് ആയിട്ട് ഇവർക്ക് കൊടുക്കുന്നു. ആ സമയത്ത് ഇവരെന്ത് ചെയ്യും? സെക്കൻഡ് പേഴ്സൺ സെൻഡർ ആവും, ഫസ്റ്റ് പേഴ്സൺ റിസീവർ ആവും. സോ അങ്ങനെ ഒരു എന്താ പറയുക സർക്കുലർ മോഡലിലാണ്. ഇതിനൊരു നോ ഫിക്സഡ് സ്റ്റാർട്ട് ഓർ എൻഡ്. ലീനിയറിലാണെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ പോയി എന്ന് പറയുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല, ഒരു സർക്കുലർ മോഡലാണ്. ഇതിൽ 3 കോർ പ്രോസസ് ആണുള്ളത്: എൻകോഡിംഗ്, ഡീകോഡിംഗ്, ഇന്റർപ്രറ്റിംഗ്. ഇത് പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ. എൻകോഡ് ചെയ്യാന്ന് വെച്ചാൽ മെസ്സേജ് നമ്മൾ എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ സിഗ്നലിലേക്ക് കോഡ് ചെയ്യുന്നു. റിസീവർ അത് ഡീകോഡ് ചെയ്ത് ശേഷം എന്താ പറയുക ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഫീഡ്ബാക്ക് ഈസ് ഇന്റഗ്രൽ. റിയൽ ടൈം അല്ല കേട്ടോ, റിയൽ ടൈം റെസ്പോൺസസ് അല്ല, സോറി തെറ്റാണ് എഴുതിയത്. റെസ്പോൺസസ് അലോ ക്ലാരിഫിക്കേഷൻ, അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് നോയ്സ് റിഡക്ഷൻ. റിയൽ ടൈം അല്ല, ഫീഡ്ബാക്ക് അല്പം ഡിലേഡ് ആണ്. പക്ഷെ ആ ഡിലേ റെസ്പോൺസ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് ഈ പറയുന്ന ക്ലാരിഫിക്കേഷൻ ബെറ്റർ ക്ലാരിഫൈഡ് ആണ്. ആൻഡ് ഇത് കോണ്ടെക്സ്റ്റ് മാറ്റേഴ്സ്. കമ്മ്യൂണിക്കേഷൻ ഇസ് ഷേപ്ഡ് ബൈ ഫിസിക്കൽ സെറ്റിംഗ്, കൾച്ചറൽ ആൻഡ് പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് പാർട്ടിസിപ്പന്റ്. ഇതൊക്കെ ഡിപ്പെൻഡഡ് ആണ്. ഓക്കെ, ഇതാണ് ഓസ്ഗുഡ് ഷ്രാം മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതിൽ 2 പേരുണ്ട്. 2 പേര് വരാൻ കാരണം ആദ്യം ഓസ്ഗുഡ് ഒരു ബേസിക് മോഡൽ ഡെവലപ്പ് ചെയ്തു. അതിനെ ഷ്രാം എന്ന് പറയുന്ന ആള് എന്താ പറയാ ഫർദർ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് ഓസ്ഗുഡ് ഷ്രാം മോഡൽ എന്ന് പറയുന്നത്. ഇത് 2 പേരാണ്, അത് ഓർത്ത് വെക്കുക. സോ ഫസ്റ്റ് ഇന്ററാക്റ്റീവ് മോഡൽ, ഫസ്റ്റ് വൺ ഇതാണ്. രണ്ടാമത്തത് the Wesley and McLean communication model in 1957, developed by Bruce Wesley and Malcolm McLean. പേര് കുറച്ച് ടഫാണ്, ഓർത്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് ആ സ്പെല്ലിംഗ് എങ്കിലും ഒരു പിക്ചോറിയൽ മെമ്മറിയിൽ ഉണ്ടാക്കാൻ നോക്കുക. നമ്മൾ സ്പെല്ലിംഗ് പഠിക്കണ്ടല്ലോ, ഇത് എന്താ പറയാ ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ലല്ലോ. സോ സ്ക്രീനിൽ ഉണ്ടാവും ഈ പേര്. ആ പേര് സ്പെല്ലിങ്ങിന്റെ ആ ഒരു കോമ്പിനേഷൻ കാണുമ്പോൾ ഇതാണെന്ന് നമുക്ക് ഓർത്ത് വെച്ചാൽ മാത്രം മതി. സോ അങ്ങനെ ഓർത്ത് വെക്കുക. ഓൾസോ കോൾഡ് കൺസെപ്ച്വൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് കുറച്ചും കൂടെ എന്താ പറയാ ഡെപ്തിലേക്ക് അനലൈസ് ചെയ്യാൻ തുടങ്ങി. യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ മാസ് കമ്മ്യൂണിക്കേഷൻ. ഇത് ബേസിക്കലി മാസ് കമ്മ്യൂണിക്കേഷനെ ലൈക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ബട്ട് ഓൾസോ അപ്ലിക്കബിൾ ടു interpersonal and professional communication. Known for being complex, context sensitive and non-linear. Of course non-linear ആണ്, linear അല്ല.
ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിഗിൻസ്. ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെയല്ല. നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ കമ്മ്യൂണിക്കേഷൻ മോഡലിലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെന്ററിലാണ്. പക്ഷേ വെസ്ലി ആൻഡ് മെക്ലീനിയൻ കമ്മ്യൂണിക്കേഷൻ മോഡലില് എന്താണ്, കമ്മ്യൂണിക്കേഷൻ ബിഗിൻസ് നോട്ട് വിത്ത് ദ സെന്റർ ബട്ട് വിത്ത് ദ എൻവയോൺമെന്റൽ സ്റ്റിമുലൈ. അതായത് എന്തോ ഒരു എൻവയോൺമെന്റൽ സ്റ്റിമുലൈ കാരണം, അതായത് എന്തോ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ കാരണം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഒരു ന്യൂസ് ഇവന്റ് ഉണ്ടാകുന്നത് കൊണ്ടാണ് പിന്നെ സെന്റർ ഒരു കമ്മ്യൂണിക്കേഷൻ സെൻഡ് ചെയ്യുന്നത്. സോ അതാണ് ഇവിടുത്തെ ഒരു ലൈക്ക് പറയുന്നത് എൻവയോൺമെന്റ് സ്റ്റിമുലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്ലി ആൻഡ് മെക്ലീനിയൻ കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറയണം. സോ ലൈക്ക് ആൻ ആക്സിഡന്റ് ഓർ ന്യൂസ് ഇവന്റ് ട്രിഗർ ദ നീഡ് ടു കമ്മ്യൂണിക്കേറ്റ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ ഞാൻ ഈ പറയുന്നത് എടുത്തു നോക്കാം, ഞാൻ വെറുതെ എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതല്ല. ഒരു UGC നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാന്നുള്ള ഒരു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയാ സ്റ്റുഡൻസിനുള്ള അങ്ങനത്തെ ഒരു ലക്ഷ്യം കൊണ്ട് ആ ഒരു എൻവയോൺമെന്റ് സ്റ്റിമുലേ കൊണ്ടുണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് എന്റേത്. അല്ലാണ്ട് നമ്മൾ റാൻഡം ആയിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. സോ ബിഗിൻസ് വിത്ത് എൻവയോൺമെന്റൽ സ്റ്റിമുലൈ ട്രിഗർ ദ നീഡ് ടു കമ്മ്യൂണിക്കേറ്റ്. അവിടെ ഒരു നീഡ് ഉണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു നീഡ് ഉണ്ട്. ആ നീഡിനെയാണ് എൻവയോൺമെന്റൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഡൈനാമിക്, ഓഫ് കോഴ്സ് ചേഞ്ചിങ്. ഞാൻ പറഞ്ഞില്ല, റിസീവറും സെൻഡറും കണ്ടിന്യൂസ്ലി ചേഞ്ച് കൊണ്ടിരിക്കുന്നു. സർക്കുലർ പ്രോസസ് ആണ്. ഹൗ മെസ്സേജ് ചെയ്യുന്നു, മെസ്സേജിന് എന്താ പറയാ കോണ്ടെക്സ്റ്റ് ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതില് ഈ ഒരു പിക്ചറിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇവിടെ രണ്ട് പേരല്ല, ഇവിടെ 3 പേരെ കാണുന്നുണ്ട്. ACB എന്ന് പറയുന്നുണ്ട്. ഇവിടെ A എന്ന് പറയുന്ന ആള് സെൻഡറും B എന്ന് പറയുന്ന ആള് റിസീവറും ആണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു C എന്ന് പറയുന്ന ഒരാളും കൂടി ഉണ്ട്. ഇത് ഓർത്ത് വെക്കുക. ഈ C എന്ന് പറയുന്ന ആളാണ് ഗേറ്റ് കീപ്പർ എന്ന് പറയുന്നത്. ഈ വേർഡൊക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. ഗേറ്റ് കീപ്പർ എന്ന് പറയുന്നത് ആരാ? ദ എഡിറ്റർ ഓഫ് ദ മെസ്സേജ്. അതായത് Aയും Bക്കും ഇടയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനാ നടുവിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട്, എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുണ്ട്. അതായത് ഈ പറഞ്ഞ Aക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യം ഡയറക്ട്ലി Bയുടെ അടുത്ത് എത്തുന്നില്ല, അത് Cയിലൂടെയാണ് പോകുന്നത്. ആൻഡ് Cയുടെ ഫീഡ്ബാക്ക് ആർക്ക് കിട്ടുന്നുണ്ട്? Aക്ക് കിട്ടുന്നുണ്ട്. അത് ഈ ഒരു ലൂപ്പ് കഴിഞ്ഞിട്ട് Bയിലേക്ക് പോയി Bന്റെ ഫീഡ്ബാക്കും കിട്ടുന്നുണ്ട്. സോ ഈ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് എന്ന് പറയുന്ന കുറെ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ഉണ്ട്. കണ്ടല്ലോ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് വൈ ദ മെസ്സേജ് ഇസ് ക്രിയേറ്റഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. അതാണ് ഈ എക്സ് എന്ന് പറയുന്നത്. അതായത് കുറെ ഈ എക്സ് എന്താണ് എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്. ഇത്രയും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കൊണ്ട് എ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ X1 എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറി എക്സ്പീരിയൻസ് ഓഫ് എ. അതായത് ഈ എൻവയോൺമെന്റൽ സ്റ്റിമുലേന എ എങ്ങനെ പെർസീവ് ചെയ്യുന്നതെന്ന് ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ എ പെർസീവ് ചെയ്യുന്നതിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്റെ സെൻസറി എക്സ്പീരിയൻസ്. അതായത് എ എന്ന് പറയുന്ന ആള് എന്താണോ കാണുന്നത്, എന്താണോ കേൾക്കുന്നത്, അത് അയാളുടെ നോളജും അയാളുടെ എക്സ്പീരിയൻസും വെച്ച് അയാൾ ഇന്റർപ്രറ്റ് ചെയ്ത കാര്യമാണ് എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ആവുന്നത്. സോ X1 എന്ന് പറയുന്നത് എന്താണ്? എന്റെ സെൻസറി എക്സ്പീരിയൻസ് ആണ്. The way we receive messages which also shape the content of our future messages. അതായത് എങ്ങനെയാണോ ഈ എൻവയോൺമെന്റൽ സ്റ്റിമുലൈ എയിലേക്ക് എത്തുന്നത്, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ ആ മെസ്സേജ് അടുത്ത ലെവലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇതിപ്പോ ബെസ്റ്റ് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാല് ഇപ്പോഴത്തെ നമ്മുടെ ന്യൂസ് ചാനലിൽ എടുത്തു നോക്കുക. ന്യൂസ് ചാനലിൽ ഒരു ഇൻസിഡന്റ് നടക്കുന്നു, അതാണ് ഈ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ പറയുന്ന റിപ്പോർട്ടർ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇൻസിഡന്റിനെ ആ റിപ്പോർട്ടർ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ലൈക്ക് ആ ഒരു സബ്ജക്റ്റീവ് എലമെന്റ് ഇന്നത്തെ ന്യൂസ് റിപ്പോർട്ടിങ്ങിൽ നമുക്ക് വളരെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ അത് വെച്ച് ഡിപ് ചെയ്യുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ X1ന്റെ ഏക്കുള്ള സെൻസറി എക്സ്പീരിയൻസ് അവിടെ ഒരു എന്താ പറയാ അവിടെ ഒരു റോൾ പ്ലേ ചെയ്യുന്നത് കൊണ്ടാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അത് കഴിഞ്ഞിട്ട് എ എന്ത് ചെയ്യുന്നു? സിക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തു. അതായത് ഡയറക്ട്ലി ബിക്ക്, അതായത് ഓഡിയൻസിലേക്ക് എത്തുകയല്ല ചെയ്യുന്നത്, സിക്ക് കൊടുക്കുന്നു. അതാണ് ഗേറ്റ് കീപ്പർ. അവരാണ് എഡിറ്റർ ഓഫ് ദ മെസ്സേജ്. അതായത് ഈ ടേബിളിൽ ഇരിക്കുന്ന ആൾ തീരുമാനിക്കുന്നു അവരുടെ എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഉണ്ടായ ഒരു കാര്യം അവരുടെ സെൻസറി എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ മെസ്സേജ് സിക്ക് കൊടുത്തിട്ട് സി അവിടെ എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുന്നു. എന്നിട്ട് സി അതിൽ എന്താ പറയാ എന്തൊക്കെ മെസ്സേജ് വേണം എന്തൊക്കെ മെസ്സേജ് വേണ്ട എന്നുള്ളത് എഡിറ്റ് ചെയ്തിട്ട് ബിക്ക് പാസ് ചെയ്യാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു? X2 എന്ന് പറയുന്നത്
ഒബ്ജക്റ്റ് ഓഫ് ഓറിയന്റേഷൻ. അതായത് ഈ സിന്റെ കൾച്ചറൽ ബിലീഫ്സ്, കൾച്ചർ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഈ പറയുന്ന the belief and culture and background of the sender which influence the sender's message. അതായത് ഈ പറഞ്ഞ X1ന്റെ എഫക്ട് എവിടെ കാണും? ഇവിടെ കാണും. അതായത് ഇവിടെ എത്തുന്ന സമയത്ത്, ഈ മെസ്സേജ് ഇവിടെ എത്തുന്ന സമയത്ത് എന്റെ സബ്ജക്റ്റീവ് എലമെന്റും കൂടിയിട്ടാണ് സിയിലേക്ക് എത്തുക. ആ സബ്ജക്റ്റീവ് എലമെന്റ് ആണ് ഇവിടെ X² എന്ന് പറയുന്നത്, ഒബ്ജക്ട് ഓഫ് ഓറിയന്റേഷൻ സെന്ററിന്റെ. എന്നിട്ട് സി ഒരു ഫീഡ്ബാക്ക് എക്ക് കൊടുക്കും. അതിനനുസരിച്ച് പിന്നെയും ഈ മെസ്സേജിന്റെ ഇത് മാറിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് സി എന്ത് ചെയ്യുന്നു? ബിക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നു. ആ ബി മെസ്സേജ് പാസ് ചെയ്യുന്ന സമയത്ത് സിന്റെ ഒബ്ജക്ട് ഓഫ് ഓറിയന്റേഷൻ ആ മെസ്സേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് ആ എഡിറ്റേഴ്സിന്റെ എന്താണ് സബ്ജക്ടിവിറ്റിയും കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ബിയിലേക്ക് എത്തുന്നത്. പെർഫെക്റ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ഇന്നത്തെ ന്യൂസ് ചാനലിന്റെ അവസ്ഥ നോക്കിയാൽ മതി. ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നു, റിപ്പോർട്ടർ അത് പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അതൊരു എഡിറ്റിംഗ് ടേബിളിലേക്ക് എത്തുന്നു. ആ എഡിറ്റിംഗ് ടേബിളിലേക്ക് എത്തുമ്പോഴേക്കും റിപ്പോർട്ടറുടെ സബ്ജക്ടിവിറ്റിയും കൂടി കയറിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് എഡിറ്റർ എഡിറ്റ് ചെയ്യുന്നു, അതായത് ബോർഡ് എഡിറ്റ് ചെയ്തിട്ട് അവരെന്താണോ പുറത്തു പറയാൻ തീരുമാനിക്കുന്നത് അത് എന്തായിരിക്കും? അവരുടെ സബ്ജക്റ്റീവ് എലമെന്റ് X³ അതും കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓഡിയൻസിലേക്ക് എത്തുന്നത്. ഓഡിയൻസ് എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓഡിയൻസ് ഫീഡ്ബാക്ക് കിട്ടുന്നു. നമ്മൾ ഇപ്പൊ യൂട്യൂബിലൊക്കെ ലൈവിലൊക്കെ കമന്റ് ഇടുന്ന പോലെ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. സോ ഇതൊരു കുറച്ച് കോംപ്ലക്സ് ആണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഈ വേർഡ്സ് ഒന്ന് ഓർത്ത് വെക്കുക. സോ ഇതിനെയാണ് വേസ്ലി മെക്ലീനിയൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഇസ് സർക്കുലർ, ഒബ്വിയസ്ലി, ഒറിജിനേറ്റ്സ് ഫ്രം എൻവയോൺമെന്റ്, അതാണ് ഇവിടുത്തെ കീ പോയിന്റ്. ഫീഡ്ബാക്ക് ഉണ്ട്, ഇൻഫ്ലുവൻസ് ഓഫ് കോണ്ടെക്സ്റ്റ്, അതായത് കൾച്ചറൽ ബിലീഫ്, സെറ്റിംഗ്, എക്സ്പീരിയൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് കണ്ടില്ലേ, ഇവിടെയും എല്ലാം X1ഉം X² X³ എന്ന് പറയുന്നത് ആ പറഞ്ഞ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനെ ഡിനോട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ഗേറ്റ് കീപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഒരാള് നമ്മളെ മെസ്സേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആൾക്കാരുണ്ട്. ഈ ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ഇൻഡിവിജ്വൽസ് ഹെൽപ്പ് ആംപ്ലിഫൈ ആൻഡ് ക്ലാരിഫൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് മെസ്സേജസ്. അതായത് ഈ ഒപ്പീനിയൻ ലീഡേഴ്സ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മെസ്സേജിനെ ഫർദർ എന്താ പറയാ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫർദർ സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ. അതായത് ഇപ്പൊ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ചാനൽ ചർച്ചകളും അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു സിനിമ കഴിഞ്ഞിട്ട് വരുന്ന ഈ പറയുന്ന റിവ്യൂവേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരെയൊക്കെയാണ് ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറയുന്നത്. കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള മോഡലാണ്, പക്ഷെ കീവേഡ്സ് ഓർത്ത് വെച്ച് നോക്കുക. എൻവയോൺമെന്റ് സിമിലേ ആണ്, എൻവയോൺമെന്റ് സ്റ്റിമുലേ അവിടെ നിന്നാണ് തുടങ്ങുന്നത്, സെന്റർ എന്നല്ല തുടങ്ങുന്നത് എന്നും. പിന്നെ ഇയർ ഓർത്ത് വെക്കാൻ നോക്കുക. പിന്നെ ഈ പറഞ്ഞ ചിലപ്പോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കൂല, പക്ഷെ ഇയർ കിടക്കുന്നതാണൊക്കെ എന്താ പറയാ ക്വസ്റ്റ്യന്റെ ടഫ്നെസ് കൂടുന്നത് കൊണ്ട് മേ ബി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. അപ്പോ ഓർത്ത് വെക്കുക ഇതാണെന്നുള്ളത്. അടുത്തത് അപ്പൊ നമ്മളിപ്പോ ലീനിയർ മോഡലിൽ 4 മോഡൽ പഠിച്ചു. അത് കഴിഞ്ഞ ശേഷം ഇന്ററാക്ഷണൽ മോഡലിൽ 2 മോഡൽ പഠിച്ചു. ഇനിയുള്ള ലാസ്റ്റ് വൺ ആണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ട്രാൻസാക്ഷണൽ കമ്മ്യൂണിക്കേഷൻ മോഡൽ. This is the most dynamic and contemporary view of communication. These models were first to use the term. ഇതുവരെ എല്ലായിടത്തും നമ്മള് പാർട്ടിസിപ്പന്റിനെ യൂസ് ചെയ്തിട്ടുള്ളത് സെൻഡർ റിസീവർ ആണ്. ഈവൻ സെക്കൻഡ് ഇന്ററാക്റ്റീവ് മോഡലിൽ നമ്മൾ സെൻഡർ റിസീവർ കണ്ടിന്യൂസ്ലി ചേഞ്ച് ആവുന്നുണ്ടെങ്കിലും അവിടെയും നമ്മൾ സെൻഡർ റിസീവർ എന്നുള്ള പേര് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ട്രാൻസാക്ഷൻ മോഡൽ എത്തുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റേഴ്സ് എന്നാണ് പറയാ. അതായത് സെൻഡർ റിസീവർ എന്നുള്ളത്, അതായത് സെൻഡർ റിസീവർ എന്നുള്ള ആ ഒരു ലൈക്ക് എന്താ പറയാ ക്ലിയർ ഡിവിഷൻ അവിടെ ഇല്ല. അവർ തമ്മിലുള്ള ആ ഒരു ലൈൻ ഭയങ്കര ബ്ലറായി. അവരെന്ത് ചെയ്യും? രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റേഴ്സ് ആണ്. അതായത് ഒരാൾ സെൻഡ് ചെയ്യുന്ന ഒരാൾ റിസീവ് ചെയ്യുന്നു എന്നുള്ള പോലെയല്ല, അവർ കമ്മ്യൂണിക്കേറ്റേഴ്സ് എന്നുള്ള ഒരു വേർഡ് എവിടെ വന്നു? ട്രാൻസാക്ഷനിൽ വന്നു. എംഫസൈസ് co-creation of meaning rather than simple message transmission. അതായത് ഇന്ററാക്ട് ചെയ്തു. അതായത് ഒരാളടുത്ത് ഒരു കാര്യം വേറൊരാളത്ത് സംസാരിച്ച് അതിന്ന് അവരുടെ ഒപ്പീനിയൻ നമ്മൾ കേട്ട്, അതായത് ഒരു മ്യൂച്വൽ ഇന്ററാക്റ്റീവ് പ്രോസസ്സിലേക്ക് വന്നു. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് സൈമിൾട്ടേനിയസ്. അതാണ് ഇവിടുത്തെ കീവേഡ്, സൈമിൾട്ടേനിയസ്.
mutual and interactive process where all parties are both sending and receiving messages. അതിലുള്ള ഒന്നാമത്തെ മോഡലാണ് ബാർലൂൺസ് ട്രാൻസാക്ഷണൽ മോഡൽ. പ്രൊനൗൺസിയേഷനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ആൻഡ് ഡെവലപ്ഡ് ബൈ ഡീൻ ബാർലൂൺ. ആൻഡ് ഇതിന്റെ പേര് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഡൈനാമിക്, കണ്ടിന്യൂസ് ആൻഡ് റെസിപ്രോക്കൽ. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു കിട്ടും, കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുക. അതാണ് റെസിപ്രോക്കേറ്റ് ചെയ്യാന്ന് പറയാ. ആൻഡ് ഇറ്റ് എംഫസൈസ് ദ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ആൻഡ് മൾട്ടി ലെയേർഡ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ കമ്മ്യൂണിക്കേറ്റേഴ്സ്. സി, ഇവിടെ സെൻഡർ റിസീവർ എന്നൊന്നുമല്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റേഴ്സ് ആയി. ആൻഡ് സ്യൂട്ടബിൾ ഫോർ അനലൈസിങ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നേരത്തെ പഠിച്ച ഇതില് നമ്മൾ പറയില്ല എന്താണ്, മാസ് കമ്മ്യൂണിക്കേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ഇവിടെ എന്താണ്, സ്യൂട്ടബിൾ ഫോർ അനലൈസിങ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിയൽ ടൈം ഇന്ററാക്ഷൻ. And communication is co-created by both participants and meaning shaped by cues and context and perception. അതായത് ഈ പറയുന്ന പോലെ എല്ലാ സബ്ജക്റ്റീവ് എലമെന്റും, അതായത് സെൻഡറുടെയും റിസീവറുടെയും, സെൻഡറും റിസീവർ എന്നും പറയില്ല, കമ്മ്യൂണിക്കേറ്റേഴ്സിന്റെ എല്ലാ സബ്ജക്റ്റീവ് നോളജ്, എക്സ്പീരിയൻസ്, അവരുടെ കൾച്ചർ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന മോഡൽ, ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ചെയ്യാം. ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. എലമെന്റ് എന്ന് പറയുന്നത്, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ആ പിക്ചർ നോക്കാം. എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് കമ്മ്യൂണിക്കേറ്റേഴ്സ്, അതായത് ഓൾ പാർട്ടിസിപ്പന്റ് ഇൻ എക്സ്ചേഞ്ച്. റോൾസ് ആർ ഫ്ലൂയിഡ്, അതായത് ബോസ് സെൻഡിങ് ആൻഡ് റിസീവിങ്. പിന്നെ എൻകോഡ് ചെയ്യും, അത് ഡീകോഡിങ് ഉണ്ട്. മെസ്സേജ് എന്ന് പറയുന്നുണ്ട്, ചാനൽ ഉണ്ട്, നോയിസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാ. ഇതിൽ അടുത്തൊരു ഈ പറയുന്ന ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ക്യൂസ് എന്ന് പറയുന്നത് എന്താണ്? പുതിയ കൺസെപ്റ്റ് ആണ്. ക്യൂസ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ മെസ്സേജ് ഇൻഫ്ലുവൻസിങ് ദ പെർസെപ്ഷൻ ആൻഡ് റെസ്പോൺസ്. അതായത് എന്താണ് ഈ പറയുന്ന എന്താ പറയാ, നോയിസ് ഒക്കെ കൂടാണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സബ്ജക്റ്റിവിറ്റി ഇല്ലേ, ഒരാളുടെ പിന്നെ ലേണിങ്സ്, കൾച്ചർ, നോളജ്, അതൊക്കെ ആ ഒരു കാര്യത്തിനെയാണ് ക്യൂസ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു കമ്മ്യൂണിക്കേഷനിൽ മെസ്സേജ് പെർസീവ് ചെയ്യുന്നതും അതിനെ റെസ്പോണ്ട് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് ആര് പറഞ്ഞ? ബാർലൂൺ പറയുന്നത്. അത് ക്യൂ ടൈപ്പ് 3 പറയുന്നുണ്ട്. ഈ ക്യൂ ടൈപ്പ് പഠിക്കുക: പബ്ലിക് ക്യൂസ്, പ്രൈവറ്റ് ക്യൂസ് ആൻഡ് ബിഹേവിയറൽ ക്യൂസ്. പബ്ലിക് ക്യൂസ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ലൈക്ക് ലൊക്കേഷൻ, സെറ്റിംഗ്, ടൈം, സറൗണ്ടിങ്. അതായത് ഇപ്പൊ നമ്മള് ഒരു ഫോമൽ സെറ്റിംഗ്സിൽ ഉണ്ടാവുന്ന ആ ഒരു എൻവയോൺമെന്റ് എല്ലാം നമ്മൾ ഇൻഫോർമൽ ആയിട്ടുണ്ടാവും. അതായത് ഒരു ഓഫീസ് റൂമിൽ ഒരു ബോസും എംപ്ലോയിയും സംസാരിക്കുന്ന രീതിയിൽ ഉണ്ടാവില്ലായിരിക്കും അവർ ക്യാൻറ്റീനിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത്. സോ അതാണ് എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്, ലൊക്കേഷൻ എന്നൊക്കെ പറയുന്നത്. പ്രൈവറ്റ് ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ തോട്ട്സ്, ഫീലിംഗ്, പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കമ്മ്യൂണിക്കേറ്റർ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കൾച്ചർ, നമ്മുടെ നോളജ്, നമ്മുടെ ഐഡിയോളജീസ്, അതൊക്കെയാണ് പ്രൈവറ്റ് ക്യൂസ് വരിക. ബിഹേവിയറൽ ക്യൂസ് എന്ന് പറഞ്ഞാൽ വെർബൽ ആൻഡ് നോൺ വെർബൽ എക്സ്പ്രഷൻസ്, ജസ്റ്റേഴ്സ്, ടോൺ, ബോഡി ലാംഗ്വേജ്. ചില ആൾക്കാർ പറയില്ലേ, ഐ എം നോട്ട് ബീങ് റൂഡ്, ഇറ്റ്സ് മൈ ടോൺ. ആ ഒരു പേഴ്സന്റെ ബിഹേവിയറൽ ക്യൂസ് ആണത്. ചില ആൾക്കാർക്ക് അത് റൂഡായിട്ട് തോന്നാം, ചില ആൾക്കാർക്ക് അത് ഭയങ്കര ബോസി ആയിട്ട് തോന്നാം. ബട്ട് അതെന്താണ്? അവരുടെ ബിഹേവിയറൽ ക്യൂസ് ആയിട്ട് വരും. അതാണ് നോൺ വെർബൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ബാർലൂൺസ് മോഡലിൽ വരുന്നത്. പിക്ചർ നോക്കാം. അതായത് എന്താ, ഒരു മനുഷ്യന്റെ പ്രൈവറ്റ് ക്യൂസ് ബേസ്ഡ് ഓൺ, പിന്നെ എന്താ, ഒരു പബ്ലിക് ക്യൂസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ വെർബൽ ആൻഡ് നോൺ വെർബൽ ക്യൂസ്. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എങ്ങനെയാണ് ഒരു മെസ്സേജ് ഡീകോഡ് ചെയ്യുന്നതെന്നും എൻകോഡ് ചെയ്യുന്നതും ഡീകോഡ് ചെയ്യുന്നതും ഡിപ്പെൻഡ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ ആ ഒരു പ്രോസസ്സിൽ നടക്കുന്നുണ്ട്. പിക്ചർ ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് തോന്നുന്നേ ഉള്ളൂ, കാര്യം സംഭവം എളുപ്പ. പ്രൈവറ്റ് ക്യൂസ്, പബ്ലിക് ക്യൂസ്, ബിഹേവിയറൽ ക്യൂസ്. ബിഹേവിയറൽ ക്യൂസ് 2 തരത്തിലുണ്ട്: വെർബൽ ബിഹേവിയറൽ ക്യൂസ് ആൻഡ് നോൺ വെർബൽ ബിഹേവിയറൽ ക്യൂസ്. അതും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്താണ് ഒരു മെസ്സേജ് എൻകോഡ് ചെയ്യുന്നതിലും ഡീകോഡ് ചെയ്യുന്നതിലും. അതാണ് ആര് പറയുന്നത്? ട്രാൻസാക്ഷണൽ മോഡൽ, ബാർലൂൺസ് ട്രാൻസാക്ഷണൽ മോഡൽ പറയുന്നത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇതിൽ നമ്മൾ ഈ പറയുന്ന ക്യൂസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് മാത്രമേ ഒരു പുതുതായിട്ടുള്ള കൺസെപ്റ്റ് ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഇതുവരെ കേട്ടിട്ട് ഭയങ്കര ഫെമിലിയർ ആയതാണ്. അത് എന്താണെന്നുള്ളത് പഠിക്കുക. ഇനി അടുത്ത ലാസ്റ്റ് മോഡലാണ് ഡാൻസ് ഹെലിക്കൽ മോഡൽ. ഇത് 1967 ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്നതാണ്. ബാക്കി 2 ഇപ്പൊ ലാസ്റ്റ് പഠിച്ച 1 or 2 ഇയർ ഇല്ല. ഇയർ ഞാൻ എവിടെയും സെർച്ച് ചെയ്ത് കണ്ടിട്ടുമില്ല.
സോ അഥവാ എന്തെങ്കിലും ഇയർ വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഇയേഴ്സ് ഓർത്ത് വെക്കുക. അപ്പൊ ഇതിന്റെ ഇയർ ഇല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിൽ അതല്ലാത്ത ഇയർ ഇതിലാണെന്ന് വിചാരിച്ച് ആൻസർ ചെയ്യുക. ഓക്കെ, എലിമിനേഷൻ. ആൻഡ് ഡാൻസ് ഹെലിക്കൽ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്ഡ് ബൈ ഫ്രാങ്ക് ഡാൻസ്. ഓക്കെ, ഇൻ 1967. This model presents communication as spiraling, continuous and cumulative process. ഇതിന്റെ പിക്ചർ നോക്കൂ, കണ്ടിന്യൂസ് ആണ്. ഇങ്ങനെ നേരത്തെ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ ഇത് സർക്കുലർ ആണ്, പിന്നെ സ്ട്രെയിറ്റ് ആണ്, പിന്നെ അത് സർക്കുലർ ആയി, പിന്നെ ഇത് എന്താ പറയാ സ്പൈറലിംഗ് ആയി. ഓക്കെ, വിഷ്വലി റെപ്രസെന്റഡ് ആസ് ഹെലിക്സ് or spiral, symbolizing how communication evolves over the time based on experience, learning and feedback. അതായത് നമ്മൾ നേരത്തെ പറയുന്നത് എന്താണ്, കമ്മ്യൂണിക്കേഷൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, സോറി ഇവിടെ എന്താണ് നമ്മൾ പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടുന്ന് തിരിച്ചു വന്നു, പിന്നെ തിരിച്ച് ഇതുപോലെ സർക്കിൾ ചെയ്ത് പോവാണെന്ന് പറയുന്നതല്ലേ. പക്ഷെ ഈ ഡാൻസ് ഹെലിക്കൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ നെവർ എക്സാക്ട്ലി റിപ്പീറ്റ്സ്. അതായത് നമ്മൾ അതെന്താ പറയാ ഒരു പുഴ സെയിം ആയിട്ട് പിന്നെ ഒരിക്കലും ഒഴുകൂല എന്ന് പറയില്ല. അതായത് ഒരു വെള്ളം നമുക്ക് ആ ഒരു തിയറിയാണ്. അതായത് നമ്മൾ ഒരിക്കലും അത് സെയിം സാധനം റിപ്പീറ്റ് ചെയ്യില്ല. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു, റിസീവറിന്റെ അടുത്ത് എത്തി, ആ റിസീവറിന്റെ അടുത്ത് നിന്ന് പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് അത് ഈ ഒരു റെസ്പോൺസിന് ബേസ്ഡ് ചെയ്തിട്ടാണ്. പിന്നെ ഈ റിസീവർ പിന്നെയും സെന്ററായി വന്ന് ആ പിന്നെയുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന തന്നെ പ്രീവിയസ്ലി നടന്ന കമ്മ്യൂണിക്കേഷന്റെ ബേസിലാണ്. അതായത് നമ്മളിപ്പോ ഒരു പേഴ്സണെ ഫസ്റ്റ് ആയിട്ട് കാണുന്നു, അപ്പോഴുണ്ടാകുന്നു ആ പേഴ്സണെ തന്നെ സെക്കൻഡ് ടൈം മീറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഫസ്റ്റ് ടൈം മീറ്റിംഗിലുള്ള ബേസ് വെച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ടൈം കാണുന്നത്. അതായത് ഇറ്റ്സ് നോട്ട് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ഉണ്ടാവുന്നതിന്റെ ഡിപ്പെൻഡ് ലൈക്ക് അഫക്ട് ചെയ്യുന്ന എലമെന്റ്സ് അല്ല സെക്കൻഡ് ടൈം ഉണ്ടാവുന്നത്. സോ ഇറ്റ്സ് നോട്ട് സെയിം. എന്റെ ഇന്റർനെറ്റ് കണക്ഷൻ അൺസ്റ്റേബിൾ ആണെന്നാണ് പറയുന്നത്, പക്ഷെ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ, ലൈക്ക് വിസിബിൾ ആൻഡ് ഓഡിബിൾ. So communication never exactly repeats. It's built upon previous interaction and grows more complex and ആസ് ടൈം പ്രോഗ്രസ്. അതായത് ടൈം നടക്കുന്നതിലൂടെ അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങളൊരു ഫസ്റ്റ് ടൈം കോളേജിൽ കണ്ട ആദ്യമായിട്ട് കാണുന്ന ഒരു ഫ്രണ്ട്, നിങ്ങൾ കോളേജ് എൻഡ് ചെയ്യുന്ന സമയത്ത് അവരുമായിട്ടുള്ള റിലേഷൻ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് ടൈം നമ്മൾ ഭയങ്കര ഫോർമലായിട്ട് സംസാരിച്ചു, ലാസ്റ്റ് വരുന്ന സമയത്ത് നമ്മളൊക്കെ തന്നെ അറിയാം എങ്ങനെയാണ് നമ്മുടെ അത്രയും വിട്ട സുഹൃത്തായി കഴിഞ്ഞാൽ മേ ബി വിത്ത് ഐസോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് ഓവർ ദ ടൈം കോംപ്ലക്സ് ആയിട്ട് ലൈക്ക് എന്താ പറയാ ഗ്രോ ചെയ്യുന്നുണ്ട്. അതാണ് ഡാൻസ് ഹെലിക്കൽ മോഡൽ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈസ് പ്രോഗ്രസീവ് ആൻഡ് എക്സ്പാൻഡിങ്. ഈച്ച് ന്യൂ കമ്മ്യൂണിക്കേഷൻ ആക്ട് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഓൾ പ്രീവിയസ് എക്സ്പീരിയൻസ്. സെയിം, വി കമ്മ്യൂണിക്കേറ്റ് ബെറ്റർ ഓവർ ടൈം ആസ് വി ലേൺ ഫ്രം ദ പാസ്റ്റ് ഇന്ററാക്ഷൻ. അതായത് ആദ്യമായിട്ട് നമ്മൾ ഒരാളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയില്ല എന്ത് പറഞ്ഞാലാണ് അവര് ലൈക്ക് ഒഫൻഡഡ് ആവുക, എന്ത് പറഞ്ഞാലാണ് അവർക്ക് നൈസ് ആയിട്ട് തോന്നുക എന്നുള്ളത്. പക്ഷെ സെക്കൻഡ് ടൈം തേർഡ് ടൈം കാണുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി അറിയാം ഓക്കെ ആ പേഴ്സൺ എങ്ങനെയാണെന്നുള്ളത്. ലൈക്ക് ഒബ്വിയസ്ലി ഒരു ജഡ്ജ്മെന്റ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് നമ്മളെ കമ്മ്യൂണിക്കേഷനെ മോഡിഫൈ ചെയ്യുന്നതാണ് പറയുന്നത്. ഹിയർ എന്താണ്, നോ റിപ്പീറ്റേഷൻ, ഓൺലി ഗ്രോത്ത്. കമ്മ്യൂണിക്കേഷൻ ഡസ് നോട്ട് ലൂപ്പ് ബാക്ക്, but does not repeat the same interaction, but it extends it. Once message is sent and received, it influences all the future communication. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ആൻഡ് ലേണിംഗ് ത്രൂ ഇന്ററാക്ഷൻ, ആസ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ഗെയിൻ ഫീഡ്ബാക്ക് ആൻഡ് ദേ അഡാപ്റ്റ് ആൻഡ് ഇംപ്രൂവ്. അതായത് നമ്മൾ ഒരു ടൈം നിങ്ങൾ ആദ്യമായിട്ട് ടീച്ചിങ് ഫീൽഡിലേക്ക് പോകുന്ന സമയത്തുള്ള ആയിരിക്കില്ല നിങ്ങൾ പിന്നെ പോകുന്ന സമയത്ത് നമ്മൾ ഫീഡ്ബാക്കിനനുസരിച്ച്, ഇപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ക്ലാസ് എടുക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ സെക്കൻഡ് ടൈം നിങ്ങളുടെ ഫീഡ്ബാക്കും കിട്ടിയിട്ട് ഞാൻ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് ഇംപ്രൂവ് ചെയ്തായിരിക്കും സെക്കൻഡ് ക്ലാസ് വരിക. സോ അതാണ് ലേണിംഗ് ത്രൂ ഇന്ററാക്ഷൻ. ദിസ് മോഡൽ സ്ട്രെസ് ദ ഡെവലപ്മെന്റ് നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, particularly in long-term relationship and professional projects. I hope it's clear. ഇവിടുത്തെ ഇതൊന്ന് നോക്കിക്കോളാം. ഹെലിക്കൽ ഷേപ്പ് ആണ്, റെപ്രസെന്റ്സ് ഗ്രാജുവൽ ആൻഡ് ക്യുമുലേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഗ്രോത്ത് ആൻഡ് റിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടേക്കാണ് ഇത് മുന്നോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫീഡ്ബാക്ക് ഓറിയന്റഡ് ആണ് ആൻഡ് എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ്, ഡൈനാമിക് ആൻഡ് നോൺ ലീനിയർ. ഇത് ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. സോ ഡാൻസ് ഹെലിക്കൽ ഓൾറെഡി ഇൻ ദ ക്യൂ ലൈക്ക് എന്താ പറയാ പേരിൽ തന്നെ ഉണ്ട്. ആളുടെ പേര് ഡാൻസ് എന്നാണ്, ഫ്രാങ്ക് ഡാൻസ്. അത് ഓർത്ത് വെക്കുക. ഫ്രാങ്ക് ഫസ്റ്റ് നെയിം ഓർത്ത് വെക്കാം.
ഇയർ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ആ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. സ്പൈറലിംഗ് ആണ്, കണ്ടിന്യൂസ് ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ ആൾക്കാരായിട്ട് ഓവർ ദ ടൈം റിലേഷൻഷിപ്പ് ബേസ് ആവുന്നത് എങ്ങനെയാണ്, ലൈക്ക് ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള ഒരു ആംഗിളിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ ഇത്രയുമാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഞാനിപ്പോ ആദ്യത്തെ 2 ക്ലാസ്സിലെ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതാവും. പക്ഷെ ഇത് പഠിക്കാണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇത് ട്രൈ ടു റിവൈസ് ഇറ്റ്. അല്ലെങ്കിൽ ഒരു ചെറിയൊരു എനിക്കത് വിട്ടുപോയി. ഞാൻ ലാസ്റ്റ് ഒരു ടേബിൾ ആക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് വിട്ടുപോയി. ഞാൻ ഇപ്പോഴാണ് അത് ഓർത്തത്. അങ്ങനത്തെ ഒരു ടേബിൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ നോക്കുക. ഇനി നമ്മൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് എന്താ പറയാ ചെയ്യാൻ നോക്കുക നമ്മുടെ സ്ഥിരം പോലെ. പിന്നെ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ടോട്ടൽ എത്രയാന്നുള്ളത് പറയാൻ വിട്ടുപോയി. നമുക്ക് ഇന്ന് ലാസ്റ്റ് ഒന്ന് ലൈക്ക് അനലൈസ് ചെയ്യാം. പി വൈക്ക് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു. പി വൈക്ക് ഞാൻ ലാസ്റ്റ് വെച്ചതാണ്. അതിന്റെ ഇടയിൽ ഇന്ററാക്ഷൻ വേണ്ടെന്ന് വെച്ചിട്ട്. ആൻസേഴ്സ് വരുന്നില്ലല്ലോ. ഓക്കെ, ബി 1, ബി. ഓക്കെ, ബി ആണ് മോസ്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് ആൻസർ ഇസ് ബി. ഈസി ആണ്. എന്താണ്, സി ആണ് ആദ്യം വരിക, അരിസ്റ്റോട്ടിൽ മോഡൽ. ബി സിയിലുള്ള സാധനം. ഓക്കെ, അത് അവിടെ തന്നെ ആൻസർ കിട്ടി നമ്മൾക്ക്. ബാക്കി അരിസ്റ്റോട്ടിൽ മോഡലാണ് ഏറ്റവും പ്രീവിയസ് ഉള്ളത് എന്ന് നമുക്ക് ആ പേര് തന്നെ അറിയാൻ പറ്റും. അവിടെ തന്നെ നിങ്ങളിപ്പോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അറിയില്ലെങ്കിലും നിങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്നുള്ള ചാപ്റ്റർ പഠിക്കാണ്ട് പോയി കഴിഞ്ഞാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അരിസ്റ്റോട്ടിലിനെക്കാളും ബാക്കിലേക്ക് ഈ മോഡൽ ഒന്നും വരാൻ ചാൻസ് ഇല്ല. അരിസ്റ്റോട്ടിൽ നമ്മൾ എപ്പോഴും ബി സിയിൽ കേൾക്കുന്ന പേരാണ്. അത് വെച്ചിട്ട് നമ്മൾ സി കുത്തിക്കഴിഞ്ഞാൽ തന്നെ ആൻസർ, വേറെ ഒരു സി ഇല്ല ഇവിടെ, ബാക്കിയൊന്നും അറിയുന്നില്ലെങ്കിലും. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പഠിക്കാണ്ട് ആൻസർ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന പറയുന്നത് അരിസ്റ്റോട്ടിൽ മോഡൽ. കോമൺ ഒന്ന് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ആ ഒരു തോട്ട് പ്രോസസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വരിക എന്താണ്, ലീനിയർ മോഡല്. ഓഫ്കോഴ്സ് ഡി സർക്കുലർ മോഡൽ. ലാസ്റ്റ് ആണ് ഹെലിക്കൽ മോഡൽ വരിക. ചില ആൾക്കാർക്ക് ഡൗട്ട് തോന്നും അരിസ്റ്റോട്ടിൽ മോഡൽ തന്നെയല്ലേ ലീനിയർ മോഡൽ എന്നൊക്കെ. അത് ഇവരുടെ ഓപ്ഷൻ ഇടുന്നതിന്റെ വികൃതിയാണെന്ന് നമുക്ക് കൂട്ടാം. സോറി. അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വിസിബിൾ അല്ലേ? ഓക്കെ, അപ്പൊ ആൻസർ ചെയ്യൂ അനീസ്. ഓക്കെ, എ. ഒരാൾ മാത്രമേ ആൻസർ ചെയ്തിട്ടുള്ളൂ. ബാക്കി ആൾക്കാർ ചുമ്മാ ഗസ് എങ്കിൽ ഗസ്. ഓക്കെ, എ. ഓക്കെ, മോസ്റ്റ് ഓഫ് ആൻസർ എ ആണ്. ആൻസർ എ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 are true. Hilbert's Cram model of communication as interpreters acting both encoders and decoders. ശരിയാണ്. ഇന്ററാക്റ്റീവ്.
ആൻഡ് വിൽബർ സ്ക്രാം വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് സ്കോളർ ടു കൺസിഡർ കമ്മ്യൂണിക്കേഷൻ ആസ് ഇന്ററാക്റ്റീവ് പ്രോസസ്. രണ്ടും എന്താ പറയാ ജനറൽ ആയിട്ട് തെറ്റൊന്നും പറയാൻ പറ്റാത്ത, ചിലപ്പോ ഇത് അറിയില്ലെങ്കിൽ നമുക്ക് പറ്റില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ശ്രമിച്ചോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, CDE. ഓക്കെ, കറക്റ്റ് ആണ്. ഞാൻ വിചാരിച്ചു ഇതിൽ തെറ്റുന്നു. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ഒന്നുമല്ല ഇത്. എവിടെയും അരിസ്റ്റോട്ടിൽ മോഡൽ പറയുന്ന സ്ഥലത്തൊന്നും എവിടെയൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ല ഈ ഒരു കൺസെപ്റ്റ്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ ഒരാളുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ അറിയാലോ എന്തൊക്കെയാണ് ആ ക്രെഡിബിലിറ്റി. അതായത് എന്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് എന്റെ അപ്പിയറൻസോ എന്റെ മാനറിസംസ് ഒന്നും ആയിട്ടായിരിക്കുമല്ലോ നമ്മൾ എടുക്കുക. സോ ഗുഡ് വിൽ, വർത്തിനെസ്, വിസ്ഡം ഒക്കെയാണ്. സോ ആൻസർ അത് തന്നെയാണ്. ഇത് അറിഞ്ഞിരിക്കുക. ഇത് വേറെ എന്താ പറയുക, ഇതൊരു ഫാക്ട് ആയിട്ടും കൂടെ പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതായത് ഒരു 6 ഓപ്ഷൻ തന്നിട്ട് അതിൽ 3 ഓപ്ഷൻ, ഇങ്ങനത്തെ ഒരു ടിപ്പിക്കൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻസർ നോക്കുക, അല്ല നമ്മൾ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസിൽ വരുന്ന മൂന്ന് ഓപ്ഷൻസേ കൊടുത്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് 6 സ്റ്റേറ്റ്മെന്റ് ഓൺലി 3 ആർ കറക്റ്റ്. അതേസമയം ഇപ്പൊ ചില സമയത്ത് ഓൾ ദ എബോവ് കൊടുത്തിട്ടുണ്ടാവും. ഓൾ ദ എബോവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ദർ ഇസ് എ ചാൻസ് ദാറ്റ് എല്ലാം ശരിയാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 4 ശരിയാവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്താ പറയാ, എന്തായാലും നമുക്കറിയാം 3 മാത്രമേ ഈ ആൻസറിൽ ശരിയുള്ളൂ എന്നുള്ളത് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ഓപ്ഷൻ നമ്മൾ മനസ്സിലാക്കി. അതായത് ഇതിലെല്ലാം ശരിയല്ല എന്നുള്ളത് ഈ ആൻസർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണത്. ഈ പറയുന്ന ഓപ്ഷൻസിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഓപ്ഷൻസിൽ, ഇതെന്താ ഒരു ഓപ്ഷൻസ് തന്നെയല്ലേ ഇതിനെ പറയാ? അതെ, ഓപ്ഷൻസിൽ എല്ലാം ശരിയല്ല, ഏതോ 3 മാത്രമേ ശരിയുള്ളൂ, 3 തെറ്റാണെന്നുള്ളത് ഇവർ ഇൻഡയറക്ട്ലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. സോ ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. സോ ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് 3 ഏതാന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. അതേസമയം ഇപ്പോൾ 5 തന്നിട്ട് 5 ആണെങ്കിൽ അവിടെ അവർ പറയണം ഓക്കെ 5 ശരിയാവാം, 4 ശരിയാവാം, 3 ശരിയാവാം. പിന്നെ നമ്മൾ കുറച്ചും കൂടെ കോംപ്ലക്സ് ആവുകയാണ്. അതേസമയം എല്ലാ ഓപ്ഷൻസിലും 3 ഇത് മാത്രമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഓൾറെഡി പറയാണ്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ നോക്കുക ഇങ്ങനത്തെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നോക്കുന്ന സമയത്ത്. അടുത്തത് ഡി. സി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഡി. ഡി. ഓക്കെ, ഡി ആണ് ആൻസർ. ഇവിടെ നിന്ന് ആലോചിച്ചു, കമ്മിങ് ടുഗെദർ, കൺവേർജൻസ്, ആ ഒരു ബേസിക് ക്യൂവിൽ നിന്ന് നമ്മൾക്ക് എന്താ പറയാ കാര്യങ്ങൾ എടുക്കാൻ പറ്റും. കമ്മിങ് ടുഗെദർ ഓഫ് കമ്പ്യൂട്ടിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ ഇൻ എ ഡിജിറ്റൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്, ആ കമ്മിങ് ടുഗെദറിൽ ആ ടെക്നിക്കൽ വേർഡിലേക്കൊന്നും പോകണ്ട, കമ്മിങ് ടുഗെദർ ആ ഒരു ക്യൂ വെച്ച് കണ്ടുപിടിക്കാൻ നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ഇന്ന് എത്ര ക്വസ്റ്റ്യനാണ് ചെയ്തത്? 1, 2, 3, 4. 4 ക്വസ്റ്റ്യനെ ചെയ്യാൻ പറ്റിയുള്ളൂ. 4 ക്വസ്റ്റ്യൻ ഇതിനനുസരിച്ച് ഞാൻ നോക്കിയപ്പോൾ കണ്ടുള്ളൂ. പിന്നെ ഇന്നത്തെ സെഷൻ കുറച്ച് ലോങ് ആയതുകൊണ്ട് ഞാൻ അധികം ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന മോഡൽസിൽ വെച്ചിട്ടുള്ള മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഫാക്ട്സ് കുറച്ചും കൂടെ തറവാകും നമ്മൾക്ക്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ 4 4 ശരിയായവരാണോ? ആരോ എ പറഞ്ഞിട്ടുണ്ട്. എ അല്ല ആൻസർ.
എത്ര എണ്ണം ശരിയായി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഫീഡ്ബാക്കിനുള്ള സമയമാണ്. നാലിനത്തിൽ നാലും ശരിയായവരാണോ എല്ലാവരും? രണ്ട്. ഗുഡ്. ഹാഫ്. 4 ചെയ്തതിൽ 2 ശരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ആണ്. അതായത് 150 നിങ്ങൾ 75 ആൻസറിന് തുല്യാണ്. സോ നല്ലതാണ്. ഇന്നലത്തേതോ എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലത്തെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇന്ന് കുറച്ചും കൂടെ ഫാക്ട്സ് ആയിട്ടുള്ള ഓറിയന്റഡ് ആയിട്ടുള്ളതാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ടെക്നിക്കൽ ആയിരുന്നു കുറച്ചും കൂടെ. എന്തെങ്കിലും ഏരിയയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഞാനൊന്ന് നോട്ടില് ഇതിന് വേണ്ടിയിട്ടുള്ള നോട്ട് നിങ്ങൾ ഈ PDF റെഫർ ചെയ്താൽ മതി. എന്റെ നോട്ട്സിൽ ഇതിന് കംപ്ലീറ്റ് നോട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സോ ഇതിന് വേണ്ടിയിട്ടുള്ള PDF ഞാൻ ഷെയർ ചെയ്യാം. അത് ഡിപ്പെൻഡ് ചെയ്താൽ മതി. PDF-ലാണ് കുറച്ചും കൂടെ കോംപ്രിഹെൻസ് ആയിട്ട്, സോറി PPT-ലാണ് കുറച്ചും കൂടെ കോംപ്രിഹെൻസ് ആയിട്ട് നോട്ട് ഉള്ളത്. ഒരു ഐ ഹോപ്പ് ഇറ്റ്സ് 69 അതാന്ന് തോന്നുന്നു. അത് PDF ആണ്. ആ PDF അത് നോട്ട്സ് ആണ്. അത് ഒരു ബേസിക് നോട്ട്സ് ആണ്. അതിനധികം ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം. സിലബസിന് എങ്ങനെയാ കീറി മുറിക്കേണ്ടത് എന്നുള്ള ഔട്ട്ലൈൻ മാത്രം യൂസ് ചെയ്യുക. PPT ഉണ്ട്. PPT ഞാൻ അയച്ചിട്ടുണ്ട്. അത് നോക്കുക. അതുപോലെ തന്നെ PYQ മാക്സിമം നിങ്ങൾ PYQ ഡിപ്പെൻഡ് ചെയ്യുക. PYQ ആവുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അതായത് PYQ സോൾവ് ചെയ്യുന്നതിന് നിങ്ങൾ, ഞാൻ പറയാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്രാക്ക് ചെയ്യാനുള്ള ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സെൽഫ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ ഒരു 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, നിങ്ങൾ 100 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനേക്കാളും 50 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PYQ സോൾവ് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യുക. ഈ 50-ൽ എവിടെയാണ് എനിക്ക് തെറ്റിയത്, ലൈക്ക് എന്റെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുക. അതായത് എനിക്ക് അറിയാവുന്ന കാര്യമാണോ ഞാൻ തെറ്റിച്ചത്, അതായത് അൺനോൺ ആയിട്ടുള്ള കാര്യമാണോ തെറ്റിച്ചത്, അല്ലെങ്കിൽ അൺനോൺ ആയിട്ടുള്ള കാര്യമാണോ, ലൈക്ക് ഗസ് വർക്ക് ആണോ ഞാൻ ശരിയാക്കിയത് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യനെയും കീറി മുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാവും. അതാണ് ഞാൻ 10 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ആ 10 ക്വസ്റ്റ്യന് 10 എവിടെയാണ് എനിക്ക് ശരിയായത്, എന്റെ നോളജ് കൊണ്ടാണോ ശരിയായത്, എന്റെ ലോജിക് കൊണ്ടാണോ ശരിയായത്, അല്ല വെറുതെ കറക്കി കുത്തിയതാണോ, അതുപോലെ തന്നെ തെറ്റിയത് എന്റെ മണ്ടത്തരം കൊണ്ടാണോ തെറ്റിയത്, എന്റെ കോൺസെൻട്രേഷൻ ഇല്ലാത്തത് കൊണ്ടാണോ തെറ്റിയത്, അതോ എനിക്ക് അറിയാത്തത് കൊണ്ടാണോ തെറ്റിയത്, ഈ കൺസെപ്റ്റ് ഞാൻ പഠിക്കാത്തത് കൊണ്ടാണോ തെറ്റിയത് എന്നുള്ളത് തറോലി അനലൈസ് ചെയ്യാൻ നോക്കുക. ഇറ്റ് വിൽ ഹെൽപ്പ്. ലോങ് ടേമിലേക്ക് നിങ്ങളുടെ ഫൈനൽ എക്സാമിന് എന്തായാലും അത് ഹെൽപ്പ് ചെയ്യും. PYQ ബേസ്ഡ് ഓൺ കമ്മ്യൂണിക്കേഷൻ ഞാൻ ഒരു PDF ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിലെ ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങളുടെ PPT-യിൽ തന്നെ ഞാൻ ലൈക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ മാക്സിമം PYQs എടുത്തിട്ടുള്ളത് 2023 ജൂൺ സൈക്കിളിന്റെ ആണ് ഞാൻ എടുക്കാൻ നോക്കിയിട്ടുള്ളത്. നിങ്ങൾ ബാക്കിയുള്ളത് നിങ്ങളും കൂടെ എടുക്കാൻ നോക്കുക, തപ്പിയെടുക്കാൻ നോക്കുക. ഓക്കെ. ഈ PPT-യിൽ തന്നെ മാക്സിമം PYQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഒരു PDF-ഉം കൂടെ ഷെയർ ചെയ്യാം, ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ വരുന്നത്. ഓക്കെ. സോ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, താങ്ക് യു. അതിനർത്ഥം ഇതില്ല.